ഉള്ള ഈ പ്രൊഡക്റ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ എന്നത്തെയും പോലെ ഒരു മൗന പ്രാർത്ഥനയോടുകൂടി നമുക്ക് തുടങ്ങാം. ഓക്കെ, ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ഈ സുപ്രഭാതം എല്ലാവർക്കും വിജയത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ 6 AM ക്ലബിൽ MC ആകാനും നിങ്ങളെയൊക്കെ കാണാനും അവസരം തന്ന എൻ്റെ അപ്ലൈൻ ലീഡേഴ്സ് ഗീതാ പ്രകാശ് മാഡം, സലീമിക്ക, സീനിയർ ലീഡർ അലീക്ക, ഗ്രേറ്റ് ലീഡർ മനോജ് സാർ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ടോപ്പിക് അവതരിപ്പിക്കുന്നത് നമ്മുടെ പ്രിയ ലീഡർ മോഹൻദാസ് സാറാണ്, കളമശ്ശേരി. അദ്ദേഹത്തെ ക്ഷണിക്കുന്നതിന് മുമ്പ് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ ഇസ്മായിൽ, എറണാകുളത്ത് നെട്ടൂർ താമസിക്കുന്നു. അമ്മയും 2 മക്കളും ഭാര്യയും അടങ്ങുന്നതാണ് എൻ്റെ ഫാമിലി. മകൻ ഇൻഫോ പാർക്ക് വർക്ക് ചെയ്യുന്നു. മകൾ PG കഴിഞ്ഞിട്ട് MG യൂണിവേഴ്സിറ്റി കോട്ടയത്ത് പ്രൊജക്ട് ചെയ്യുന്നു. ഞാൻ ജോലിയിൽ നിന്ന് റിട്ടയർ ആയി വിശ്രമജീവൻ നയിക്കുമ്പോഴാണ് ഈ പ്രൊജക്റ്റുമായി പരിചയപ്പെടുന്നത്, ഇതിലേക്ക് എൻട്രി ആവുന്നതും. എന്നെ ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിയത് നെട്ടൂർ തന്നെയുള്ള ഗീതാ മാഡമാണ്. മാഡത്തെ ഒരിക്കൽ കൂടി ഞാൻ നന്ദിയോടെ ഈ സമയത്ത് സ്മരിക്കുന്നു. സാധാരണ നമ്മുടെ ഗൈഡ് ലീഡർ മനോജ് സാർ പറയാറുണ്ട്, നമ്മൾ PSC വഴി ഗവൺമെന്റ് ജോലി നേടും, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം PSCയുമായിട്ട് തിരിച്ചിറങ്ങുമെന്ന്, റിട്ടയർ ആകുമെന്ന്. അത് പറയുന്ന തമാശയാണ് പറയുന്നെങ്കിലും പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി ജോലി നേടും, പ്രഷറ്, ഷുഗർ, കൊളസ്ട്രോൾ ഒക്കെ ആയിട്ട് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു പോരും, റിട്ടയർ ചെയ്യും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ റിട്ടയർ ആയപ്പോൾ PC ആയിട്ടാണ് പോകുന്നത്. അതായത് പ്രഷറും കൊളസ്ട്രോളും, ഷുഗറില്ലായിരുന്നു. വിശ്രമജീവിതം ആരംഭിച്ച് വീട്ടിലിരിക്കുന്ന പ്രായമായ മദറിനെയൊക്കെ നോക്കി ഇരിക്കുന്ന ഒരു സമയമാണ്. വെറുതെ ഇരിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് പല അസുഖങ്ങളും വരാൻ സാധ്യതയുണ്ട്, ശരീരം വണ്ണം വെക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ പല ചെറിയ ചെറിയ അസുഖങ്ങളും അലട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടുന്നത്. എന്തായാലും നമ്മുടെ ഗീതാ മാഡം വന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ഉള്ളിലേക്കൊന്നും കഴിക്കേണ്ട, പുറമേയുള്ള ട്രീറ്റ്മെന്റ് മാത്രമല്ലേ ഉള്ളൂ, പുറമേയുള്ള കാര്യങ്ങൾ മാത്രമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചും ഇതിനെപ്പറ്റി കുറച്ച് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് നല്ലതാണെന്നുള്ള തോന്നൽ ഉണ്ടായതോടുകൂടി ഇത് വാങ്ങിയപ്പം വാങ്ങുന്നതിന് മുമ്പ് തന്നെ ആലോചിച്ചപ്പം വൈഫിനും ചില ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. വാങ്ങുമ്പം ഒരാൾ ഒഴിവാക്കി ഒരാൾ മാത്രം നല്ല രീതിയിൽ പോയാൽ പാടില്ലല്ലോ. അപ്പം ഒരു 16,500 ഒരു ഫാമിലി പാക്കറ്റ് വാങ്ങി ഉപയോഗിച്ചു, നല്ല റിസൾട്ട് കിട്ടി. ദൈവത്തിന് സ്തുതി. അതോടുകൂടി കൂടുതൽ വിശ്വാസമായി. ഇത് നമുക്ക് കിട്ടിയ റിസൾട്ട് മറ്റു പലരോടും പറയണമെന്ന് തോന്നി. ആദ്യമൊക്കെ കുറച്ച് മടിച്ചു നിന്ന്, നമ്മളുടെ മേഖല ഇതല്ലല്ലോ, നമ്മൾ പറഞ്ഞാൽ എത്രമാത്രം ആൾക്കാർ ഉൾക്കൊള്ളും എന്നൊന്നും അറിയില്ലല്ലോ. നമുക്ക് ബിസിനസ്സുമായിട്ട് ഒരു പുലബന്ധം പോലും ഇല്ലാത്തതാണ്, നമ്മുടെ ജോലിയും മേഖലകളും വേറെയായിരുന്നു. അപ്പോഴത്തേക്കും ആദ്യം മടിച്ചെങ്കിലും ഇതിന്റെ നല്ല റിസൾട്ട് കിട്ടിയപ്പോൾ നമ്മുടെ ലീഡേഴ്സ് പറഞ്ഞു, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയാൽ നിങ്ങൾ 2 പേരോട് പറയണം, അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഗുണങ്ങളുണ്ടാവും. അതിൽ വളരെ ഹെൽത്ത് ഇപ്പം നിങ്ങൾക്ക് കിട്ടി, ഹെൽത്തും കിട്ടും, ഹാപ്പിനെസ്സും കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഇത് നമുക്ക് കിട്ടിയ റിസൾട്ട് മറ്റുള്ളവരോട് പറയാതിരിക്കുന്നതും നമ്മളൊരു ദൈവനിന്ദയല്ലേ കാണിക്കുന്നത്. നമുക്ക് ഇതുപോലെ
നല്ലൊരു അവസരം കിട്ടുകയും അത് നമ്മൾ ഉപയോഗിച്ച് നമ്മുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാവുകയും ചെയ്തപ്പോൾ അത് പറയാതിരിക്കുന്നതും മോശമാണെന്ന് തോന്നി. അങ്ങനെ ആദ്യം ആയിട്ട് നമ്മുടെ പുറത്തു പോകാതെ നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാർക്ക് പ്രൊഡക്റ്റ് കൊടുത്തു. അവർക്ക് നല്ല റിസൾട്ട് കിട്ടി. അങ്ങനെ ഇത് പുറത്തും പരിചയപ്പെടുത്തി കൊടുത്തു. പലർക്കും കൊടുക്കാൻ സാധിച്ചു. നല്ല രീതിയിൽ തന്നെ എല്ലാവരും അത് സ്വീകരിച്ചു. നല്ല റിസൾട്ടും കൊടുത്തവരൊക്കെ നല്ല റിസൾട്ടും കിട്ടി. ആരും ഇത് മോശമാണ് അല്ലെങ്കിൽ എൻ്റെ പൈസ പോയി എന്നൊന്നും ഇതുമായിട്ടും പറഞ്ഞിട്ടില്ല. അത് തന്നെ മനസ്സിനൊരു സന്തോഷം തരുന്ന കാര്യമാണ്. കഴിഞ്ഞ മാസം നമുക്ക് വളരെ മോശമായ ഒരു മാസമായിരുന്നു. ഇയർ എൻഡ്, സാമ്പത്തിക വർഷത്തിന്റെ ഇയർ എൻഡ് ആയിരുന്നു. മാർച്ച് മാസം പലരെയും കണ്ട് സംസാരിച്ചെങ്കിലും അങ്ങനെ കാര്യമായുള്ള ബിസിനസ് ഒന്നും നടന്നില്ല. എല്ലാവരും രണ്ടു മൂന്ന് പേര് പ്രൊഡക്റ്റ് വളരെ ഇഷ്ടപ്പെട്ട് വാങ്ങാനുള്ള എല്ലാം റെഡി ആയിട്ട് നിൽക്കുക. ഈ മാസം ആദ്യത്തെ ആഴ്ച തന്നെ വാങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പം സ്കൂള് പൂട്ടിയതുകൊണ്ട് പലരും വീട്ടിലില്ല. പിന്നെ UOP അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ എത്താവുന്നിടത്തെല്ലാം പോയി അതിൻ്റെ അകത്തൊക്കെ അറ്റൻഡ് ചെയ്താണ് കുറച്ച് അറിവുകളൊക്കെ നേടുന്നത്. ഇങ്ങനെ സൂമിൽ വന്ന് അങ്ങനെ കൂടുതൽ സംസാരിച്ചോ അങ്ങനെയുള്ള മുൻ പരിചയങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പല കുറവുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും ഈ വർഷം, ഈ ഏപ്രിൽ തുടക്കം പുതിയ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യത്തെ മാസമാണ്. എല്ലാവർക്കും നല്ല ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും, നമ്മൾ ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ സ്വായത്തമാക്കാൻ പറ്റും. ഒരുപാട് പേരെ പരിചയപ്പെടാനും ഒരുപാട് നല്ല നല്ല ചിന്തകൾ ഉണ്ടാകാനും നമ്മളിൽ എന്തെങ്കിലും മോശമായ വിചാരങ്ങളോ ചിന്തകളോ ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റി നല്ലൊരു ക്ലീൻ ഇമേജ് ഉണ്ടാക്കാനൊക്കെ സാധിക്കും. നമ്മളിവിടെ ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്ന ആളായിരിക്കും നമ്മളെ എപ്പോഴും അപ്ലൈൻ ലീഡറായിട്ട് വരുന്നത്. നമ്മുടെ സൂമിലേക്ക് കയറുമ്പോൾ നമ്മുടെ മനോജ് സാറും ജയ്മോൻ സാറും നമ്മുടെ ഡോക്ടർ രാജു സാറൊക്കെ എപ്പോഴും പറയും, അവരെ ആദ്യം ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിയ ആളെ സ്മരിച്ചുകൊണ്ട് മാത്രമാണ് അവർ ഈ പ്രൊഡക്റ്റ് മറ്റുള്ള കാര്യങ്ങളും അവരതിന് ശേഷം അവർ നേടിയ റിസൾട്ടുകളും സാമ്പത്തിക ബെനിഫിറ്റുകളും മറ്റുള്ള ഹാപ്പിനെസ്സും എല്ലാം പറയുന്നത്. അതായത് ചിലപ്പോൾ എത്ര വർഷമായാലും അവരെ എപ്പോഴും സ്മരിച്ചുകൊണ്ടാണ് അവർ ഏത് സൂമിൽ വന്നാലും സംസാരിക്കുന്നത്. അത് നമ്മുടെ മനസ്സിനെ എപ്പോഴും ഒരു കുളിർമ നൽകുന്ന ഇതാണ്. നമ്മളെ ഇതിലേക്ക് നമ്മൾ നല്ല റിസൾട്ട് എടുത്തു തരുന്ന ആളെ ഒരിക്കലും തള്ളി പറയാതെ നല്ല രീതിയിൽ അവരെ നല്ല രീതിയിൽ അവരെ പറ്റി നല്ലത് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് ചെയ്യുന്നത്. അതിന്റെ ഗുണങ്ങളും ദൈവ സഹായവും എപ്പോഴും ഇവർക്കുണ്ടാവും. ഇപ്പൊ പലതും നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ അപ്ലൈൻ ലീഡർ ചിലപ്പം ചില സാഹചര്യത്തിൽ അവര് ചെറിയ രീതിയിൽ നമ്മുടെ ഒപ്പം ഉള്ളവരായിരിക്കുകയില്ല. അവർക്കും പല പരിമിതികളും കാണും. അപ്പൊ നമ്മുടെ മുകളിലുള്ളവരോട് നമ്മളെ കൊണ്ടുവന്നവരെ പറ്റിയോ അല്ലെങ്കിൽ നമ്മളെ നയിക്കുന്നവരെ പറ്റിയോ കുറ്റം പറയാതിരിക്കുക. നമ്മൾ എപ്പോഴും നമ്മുടെ കസ്റ്റമേഴ്സോടൊക്കെ സത്യസന്ധമായുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നല്ല രീതിയിലേക്ക് നമ്മൾ വാക്ക് പാലിക്കുക. നമ്മളൊരു കസ്റ്റമറെ ചെന്ന് കണ്ടാൽ ഇത്ര സമയത്ത് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ ചെല്ലുക. നമ്മൾ പറയുന്ന വാക്ക് കറക്റ്റായിട്ട് പാലിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കൂടുതൽ ബിസിനസ് കിട്ടുകയും കൂടുതൽ ദൈവത്തിന്റെ അനുഗ്രഹം ഇതിനോടൊപ്പം ഉണ്ടാവുകയും നമ്മുടെ ആരോഗ്യവും സമ്പത്തും ഹാപ്പിനെസ്സും ഒക്കെ വർദ്ധിക്കുകയും ചെയ്യും. നമ്മളൊരാളെ പറ്റി കുറ്റം പറയുകയാണെങ്കിൽ നമ്മളുടെ നെഗറ്റീവ് ചിന്താഗതി നമുക്ക് കൂടുതൽ പൊങ്ങി വരും. ഇപ്പം കയ്യിൽ 5 പേരിലുണ്ട്, 5 പേരിൽ ഒരുപോലെ ആയിരിക്കണമെന്നില്ല. പലതും പല രീതിയിലായിരിക്കും, പല ഹൈറ്റിലും ലെങ്തിലും ഒക്കെ ആയിരിക്കും. പക്ഷെ അതുപോലെ തന്നെ നിലനിന്നില്ലെങ്കിലോ നമുക്ക് ദൈവം തന്ന ആ ഉദ്ദേശം എന്തിനാണോ കൈ ഉപയോഗിക്കുന്നത് ആ ഉദ്ദേശം നടക്കത്തില്ല. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഈ ഫാമിലി വന്നു കഴിഞ്ഞാൽ എല്ലാവരും തോളോട് തോള് ചേർന്ന് ഐക്യത്തോടു കൂടി നിന്ന് ഒരാളെ പറ്റി പോലും കുറ്റങ്ങളോ കുറവുകളോ പറയാം. പലർക്കും പല കുറ്റങ്ങൾ കാണും. പലരും പല സാഹചര്യത്തിൽ ജീവിച്ചു വരുന്നവരായിരിക്കും. പല സാഹചര്യങ്ങളായിരിക്കും ഓരോരുത്തർക്കും. ഒരിക്കലും നമ്മൾ സത്യസന്ധമില്ലാത്ത ഒരു കാര്യം പറയുകയോ നമ്മളങ്ങനെ ഒരു നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ തന്നെ വിലയാണ് പോകുന്നത്. നമ്മളിപ്പോ എന്നെ പറ്റി ഒരു മോശ അഭിപ്രായം വേറെ ഒരാളിൽ നിന്ന് പറയുകയാണെങ്കിൽ ആ പറയുന്ന ആളുടെ
ഡിഗ്നിറ്റിയും ആ സ്വഭാവം മറ്റേ കേൾക്കുന്നയാൾ മനസ്സിലാക്കുന്നത്. ഒരിക്കലും നമ്മൾ അങ്ങനെയുള്ളതൊന്നും പറയാതെ സത്യസന്ധമായിട്ട് നമ്മൾ കസ്റ്റമേഴ്സിനോട് പെരുമാറുക, നമ്മുടെ റിസൾട്ട് സത്യസന്ധമായിട്ട് പറയുക, പറയുന്ന വാക്കുകൾ കറക്റ്റായിട്ട് പാലിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഇത് നമുക്ക് വളരെയധികം അനുഗ്രഹം, ദൈവത്തിന് കയ്യൊപ്പുള്ള പ്രൊഡക്റ്റുമായിട്ട് നമ്മൾ പോകുന്നത്. നമ്മൾ നിസ്സാരക്കാരല്ല. ഇതിൻ്റെ അകത്ത് വരിക എന്ന് തന്നെ പറഞ്ഞാൽ വളരെ ഭാഗ്യം ചെയ്തവർക്ക് മാത്രമേ ഇതിനകത്ത് വരാൻ പറ്റുള്ളൂ. നമ്മൾ എത്ര പേരെ കാണുന്നു? എല്ലാവരും വരുന്നുണ്ടോ? വരത്തില്ല. എന്ന് പറഞ്ഞാൽ ദൈവാനുഗ്രഹം കിട്ടിയവർക്ക് മാത്രമേ ഇതിനകത്ത് വരാനും പ്രവർത്തിക്കാനും പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്ന എല്ലാവരും ഐക്യത്തോടും സ്നേഹത്തോടും കൂടി നിന്ന് നമ്മുടെ ഈ പ്രൊഡക്റ്റ്, ഈ കോടിക്കണക്കിന് ആൾക്കാരുള്ള നമ്മുടെ കേരളത്തിൽ ഒരുപാട് സാധ്യതകളുള്ള ഒരു പ്രൊഡക്റ്റാണിത്. ഇത് നമ്മുടെ ജീവൻ വായു പോലെ, ഭക്ഷണം പോലെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത, നമ്മുടെ ശരീരത്തിന് ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരു എനർജിയാണ് മാഗ്നറ്റിക് എനർജി. അത് നമ്മുടെ ശരീരത്തിൽ കുറവ് വരുമ്പോഴാണ് നമുക്ക് പല പ്രയാസങ്ങളുണ്ടാകുന്നത്, അസുഖങ്ങളുണ്ടാകുന്നത്. അതിന്റെ കുറവ് നമുക്ക് എല്ലാവർക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. നമ്മുടെ കോവിഡിന് ശേഷം ഒരുപാട് അസുഖങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാകുന്നുണ്ട്. ബ്ലഡ് കട്ടിയായിട്ട് 6 വയസ്സുള്ള കുട്ടി വരെയും കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ മടിയിൽ ഇരുന്ന് കുഴഞ്ഞു വീണ് മരിച്ച് നമ്മൾ പേപ്പറിൽ വായിച്ചതാണ്. ഈ സാധനം നമ്മുടെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ ശരിയാകും, ഓക്സിജൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യും എന്നൊക്കെ ഉള്ള ആ ഒരു കറക്റ്റുള്ള റിസൾട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് പല അസുഖങ്ങളിൽ നിന്നും, പല പ്രയാസങ്ങളിൽ നിന്നും, പല ദുഃഖങ്ങളിൽ നിന്നും നമുക്ക് മോചനം കിട്ടും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി എല്ലാവരിലേക്കും ഇതെത്തിക്കാനും നല്ല രീതിയിൽ ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. അത് നമ്മൾ പ്രയോജനപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ല ദിവസം ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മോഹൻദാസ് സാറിനെ ക്ഷണിക്കാൻ പോവുകയാണ്. അദ്ദേഹം ഇതിന് നല്ല ഒരു അറിവും പ്രാപ്തിയുള്ള ഒരു വ്യക്തിയാണ്. കളമശ്ശേരിയിലാണ് വീട്. ഞാനുമായിട്ട് വളരെ ഒരുമിച്ച് സഹപ്രവർത്തകരായിരുന്നു. നല്ല രീതിയിൽ പ്രവർത്തിക്കാനും വിജയിക്കാനും ഒക്കെ ഒരുപാട് സാധ്യതകളുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അദ്ദേഹത്തെ ഇന്നത്തെ ഈ ബയോട്ടോറിയം ഞാനും എന്ന വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി വളരെ സ്നേഹത്തോടെ ആദരവോടെ അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുകയാണ്. പ്ലീസ് വെൽക്കം മോഹൻദാസ് സാർ. ഓക്കെ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പോ ഈ സുദിനത്തില് അതിരാവിലെ നമ്മുടെ ദിവസവും നമ്മൾ 6am ക്ലബിൽ സംഗമിക്കുകയാണ്. ഈ വിലപ്പെട്ട സമയം ഇത് നമുക്ക് ഒത്തുകൂടുമ്പോൾ ഈ സമയത്ത് വന്നു ചേർന്നിട്ട് എല്ലാവർക്കും നന്മകൾ ആശംസിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തില് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാണ്. ഇതിന് അവസരം തന്നവർക്ക് ആദ്യമേ നന്ദി പറയട്ടെ. അപ്പോൾ ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പേ എൻ്റെ ആദ്യത്തെ ഒരു പ്രോഗ്രാം എന്ന നിലയ്ക്ക് ഞാനൊരു പ്രാർത്ഥന 4 വരി ജപിക്കുകയാണ്. സർവ്വ വിഘ്നങ്ങളും മാറാൻ ആഗ്രഹിക്കുന്നതാണ്. ഇതിലെല്ലാവർക്കും അതിന്റെ ഗുണമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്വജം ഭുഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. എല്ലാവർക്കും വന്ദനം. എൻ്റെ പേര് മോഹനദാസൻ KA. നമ്മുടെ ഇസ്മായിൽ സാർ എന്നെ ഇൻട്രോഡ്യൂസ് ചെയ്തു, എങ്കിലും ഞാൻ സ്വയം ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. മോഹനദാസൻ KA, കളമശ്ശേരി സ്വദേശിയാണ്. എൻ്റെ ജന്മസ്ഥലം മഞ്ചേരി, മലപ്പുറം ജില്ലയാണെങ്കിലും ഞാൻ അവിടുന്ന് വന്നു ഈ നാട്ടുകാരനായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ സീനിയർ ഗ്രേഡിൽ എന്ന പൊസിഷനിൽ നിന്ന് ഞാനും എൻ്റെ ഇപ്പോൾ അപ്ലൈനായി വന്ന ഇസ്മായിലും വലിയ കാലതാമസത്തിന്റെ വ്യത്യാസമില്ലാതെ ജോലിയിൽ നിന്ന് വിരമിച്ചതാണ്. ഇങ്ങനെ വിരമിച്ച് നിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് എൻ്റെ സുഹൃത്തായിട്ടുള്ള ഇസ്മായിൽ സാറ് എന്നെ ഈ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഒരു പ്രത്യേകത ഉണ്ട്. പുള്ളി എന്നെ വിളിച്ചു, മോഹൻദാസ് ഒരു ക്ലാസ് ഉണ്ട്, വരണോ എന്ന് ചോദിക്കുകയാണ്. എന്ത് ക്ലാസ് എന്ന് ചോദിച്ചു.
അതൊക്കെ മോഹൻദാസ് വന്നിട്ട് അറിഞ്ഞാൽ മതിയായിരുന്നു. എന്ത് തന്നെയാലും പുള്ളി കാര്യം പറയുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് ക്ലാസ് ആയാലും വരാം, കാരണം ഞാൻ റിട്ടയർ ആയതിന്റെ ചേട്ടൻ ഉടനെ തന്നെ മറ്റൊരു ജോലിക്ക് പോയി. ആ ജോലി കഴിഞ്ഞ് ഉടനെ കുറച്ച് നാൾ നിന്നപ്പോ അത്രയും റിസ്ക് എടുക്കണ്ടല്ല എന്ന് തോന്നിയപ്പോ ഞാൻ അതിന് മാറി നിന്നത് ഒരു 3 മാസം. ഈ 3 മാസത്തെ സമയത്ത് വിശ്രമ ജീവിതത്തിന്റെ വളരെ അതിഭീകരമായ ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ പറയുന്നതിലപ്പുറം ഒരു സർക്കാർ ജീവനക്കാരൻ സ്ഥിരമായി ഓരോ ജോലികളിൽ നിന്ന് ആദ്യം വിശ്രമം ആഗ്രഹിക്കും. പക്ഷെ വിശ്രമം എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരവസ്ഥയാണ്. ഈ ബുദ്ധിമുട്ടിന്റെ അവസ്ഥ അറിയുന്നത് കൊണ്ടായിരിക്കും അദ്ദേഹം എന്നെ വിളിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അനുഭവസ്ഥർക്ക് അറിയാലോ. അങ്ങനെ ക്ലാസ് ഉണ്ടെന്ന് പറയുന്നു. എറണാകുളത്ത് വൈറ്റിലെ ഭാഗത്തുള്ള ഒരു ബ്രോഡ്വേയിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നു. ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കുറെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഈ പഞ്ച്വാലിറ്റി എന്ന് പറയും. പഞ്ച്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വളരെ വളരെ റിസൾട്ട് നൽകുന്ന ഒന്നാണ്. അത് ഞാൻ എൻ്റെ ഷിപ്പ്യാർഡിനകത്ത് എൻ്റെ ടൂൾ മീറ്റിംഗ് എപ്പോഴും എൻ്റെ സബോർഡിനേറ്റ്സിനെ ഞാൻ ഈ വിഷയം പറയാറുണ്ട്. കാരണം പഞ്ചറായിട്ട് എന്ന് നമ്മളൊരു സൈറ്റിൽ എത്തുകയാണെങ്കിൽ ഏതൊരു പ്രോഗ്രാം എത്തുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആ വ്യക്തി ഇനിഷ്യേറ്റ് ചെയ്യുന്ന അത് സ്വയം എടുക്കുന്ന ഒരു ഒരു ആവേശമുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന ഹോർമോൺസ് മാറ്റം വരെ ആ പ്രവർത്തന മേഖലയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ ടൂൾ മീറ്റിങ്ങിലൊക്കെ എന്റെ സബോർഡിനേറ്റ്സിനോട് പ്രത്യേകിച്ച് പറയും, എന്റെ കൂടെ എന്നിട്ട് ഉദാഹരണം കാണിക്കും. എന്നും ഡിസോർഡർ ആയിട്ട് വരുന്ന അറ്റൻഡൻസ് വരുന്ന അവന്റെ ജീവിതത്തിന്റെ മൊത്തം ലെവലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കും. എന്നും പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ വരുന്നവരുടെ ജീവിത നിലവാരത്തിനെ കുറിച്ച് ഞാൻ ഉദാഹരണം പറഞ്ഞു. എല്ലാം സത്യമായിരിക്കും. അവസാനം ഇവർക്കൊക്കെ അത് മനസ്സിലാവും. അപ്പൊ പഞ്ച്വാലിറ്റി പറഞ്ഞാൽ അത്രയും പെർഫെക്റ്റ് ആണ് ജീവിതത്തിൽ. അങ്ങനെ ഞാൻ അദ്ദേഹം പറഞ്ഞ സ്ഥലത്ത് ഇതുപോലെ ഞാൻ കറക്റ്റ് സമയത്തിനെത്തി. കുറച്ച് കഴിഞ്ഞ് ഒരു 2 മിനിറ്റിന്റെ വ്യത്യാസമുള്ള അദ്ദേഹം എത്തി. കാരണം ഇത് ശീലിച്ച ആളാണല്ലോ. അത് ഈ സമയത്ത് ഒരാൾ എന്നോട് ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്, ആരാണ് എന്താണ്. ഞാൻ പറഞ്ഞില്ല. ഒരാൾ പറഞ്ഞു എന്താണ് ക്ലാസ് എനിക്ക് അറിയില്ല, എന്തോ ഒരു ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിയുടെ കയ്യിലൊരു സാധനം ഉണ്ട്, അതായത് ഇതിനെ കുറിച്ചായിരിക്കും. എനിക്ക് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹം പറഞ്ഞു ഞാൻ വിളിച്ച് ഇതെന്താണെന്ന് ചോദിച്ചു. ഈ ബൈറ്റ് അറിയോ? ഞാൻ ഇതെന്തൊരു ചേര പാമ്പേര വിഴിഞ്ഞാൽ തയ്ക്കാത്തൊരു പേര്. അങ്ങനെയാണ് ഞാൻ അന്നൊരു പരിഹാസം എന്റെ ഉള്ളിലുണ്ട്. ഒരു പേര് എന്ന് പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞു. പുള്ളി ഇതിനെ കുറിച്ച് പറയുന്നു. പിന്നെ ക്ലാസ് ഉണ്ട്. ഉടനെ സ്മൈൽ എത്തിയത് അദ്ദേഹം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഞങ്ങള് ബ്രോഡ്വേ ദിനത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് സീറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞു. സീറ്റ് കിട്ടാതിരിക്കാനെങ്കിൽ എന്താണ് അത്ര എന്ന് ഞാൻ ചിന്തിച്ചു. ഉടനെ ചെന്ന് ഞങ്ങൾക്ക് കുറച്ച് സീറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കയറിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആളങ്ങ് നിറഞ്ഞ് ചുറ്റും നിൽക്കുകയാണ്. അപ്പൊ ഞാൻ ഇതിന്റെ മുന്നേ ഒരു ഒറ്റ തവണ മാത്രം ഒരു നെറ്റ് മാർക്കറ്റിംഗിന്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇപ്പൊ ഇതിലിവിടെ പറയുന്നില്ല. അപ്പൊ ഇതെന്താണ് ഇവരുടെ ശൈലി എന്ന് നമുക്കറിയാം. അപ്പൊ അതിന്ന് വ്യത്യസ്തമായിട്ടാണ് അന്ന് ആ വേദിയിലൊക്കെ ആൾക്കാർ വന്നതും. എല്ലാം സിവിൽ ഡ്രസ്സിലാണ് വന്നത്. ആളെ ഞെട്ടിപ്പിക്കുന്ന കൂട്ടും കുസുട്ടും ആളെ ഞെട്ടിച്ച് പേടിപ്പിച്ചിട്ടും വരണം അവിടെ ആ ദിവസത്തെ അങ്ങനെയായിരുന്നു. അങ്ങനെ അവരുടെ പ്രോഗ്രാമുകളെല്ലാം കേട്ടു, ഓരോ കാര്യങ്ങളും കേട്ടു, ഓരോ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടു. അത് കഴിഞ്ഞ് അനുഭവസ്ഥർ പറഞ്ഞു. കൂട്ടത്തിൽ ഒരു ഉയരം കുറഞ്ഞിട്ട് ഒരാൾ വന്നിട്ട് അയാളുടെ ഓരോ ജീവിതാനുഭവങ്ങൾ വളരെ വളരെ ത്രില്ലായിട്ട് കേട്ടിരുന്നു. വളരെ കിടിലം കൊണ്ടുകൊണ്ടാണ് ആ പ്രോഗ്രാം ഒക്കെ അന്ന് ഞാൻ കേട്ടിരുന്നത് ഫസ്റ്റത്തില്. ഇത് കഴിഞ്ഞ് മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ ഇവരെല്ലാവരും ഈ കൂടി നിന്ന് നമ്മൾ ഈ ഗ്രൗണ്ടിലൊക്കെ പ്രോഗ്രാം അവതരിപ്പിക്കണ്ടല്ലോ, അങ്ങനെ കൂടി പെട്ടെന്ന് ഗ്രൂപ്പ് വന്ന് പെട്ടെന്ന് ഇവരെല്ലാവരും പ്രോഗ്രാം കഴിഞ്ഞ് എല്ലാവരും ഓരോ ഗ്രൂപ്പുകളെ. അപ്പൊ ഈ ഗ്രൂപ്പിലുള്ള സമയത്ത് ഒരാൾ മെലിഞ്ഞിട്ടൊരാള് അയാളുടെ കയ്യിലുണ്ട്, എല്ലാവരുടെ കയ്യിലുണ്ട്. അങ്ങനെ ഇതെന്താന്ന് അപ്പോഴും എനിക്കറിയില്ല. കാരണം ഇസ്മായിലിന്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. പിന്നെ അന്ന് ആ വേദിയിൽ നിന്ന് കേട്ടെന്ന് ഞാൻ പിടിച്ചെടുത്തതാണ് കുറെ കാര്യങ്ങൾ. പുള്ളിന്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അതാണ് സത്യമാണത്. അങ്ങനെ അപ്പോ പിന്നെ അവിടെ ഡെമോ ചെയ്യാണ്. അപ്പൊ ഈ ഡെമോ ചെയ്യുമ്പോഴത്തേൽ ഇന്ന് വന്നവർ ആരാന്ന് ചോദിച്ചു, ഫ്രഷേഴ്സ് ആരാളുള്ളതെന്ന് ചോദിച്ചു. അപ്പൊ ഇസ്മായിലിനെ കാണിച്ചു കൊടുത്തു. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യത്തിന്ന് മാനം കാക്കാൻ പുള്ളി എന്നെ വിളിച്ചതായിരിക്കും എനിക്ക് അപ്പൊ മനസ്സിലായി. കാരണം ചോദിച്ചു. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഇതിനെ കുറിച്ച് ചോദിക്കുന്നു. ആ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതെന്താണ്. ഒത്തിരി തലയിൽ എന്തെങ്കിലും ഉള്ളവൻ ഇതിനെക്കുറിച്ച് ഇത് നിസ്സാരമായതല്ല, വല്ല അസാധ്യമായ അത്ഭുതകരമായ ഒരു പ്രൊഡക്റ്റിന്റെ എടുത്താണ് നമ്മുടെ ഉള്ളം കയ്യിൽ നമ്മൾ എത്തി നിൽക്കുന്നത്. ഞാൻ അന്ന് ആ നിമിഷത്തിൽ ഞാൻ ഇതിനെ മനസ്സിലാക്കിയെടുത്തു. അപ്പോ അത് കഴിഞ്ഞ് ഞാൻ ഇവരുടെ അടുത്ത് കുറെ ചോദിച്ചു, ഇങ്ങനെ സ്റ്റോക്ക് എടുക്കുന്നതിനെ കുറിച്ച്. കാരണം ഞാൻ റിട്ടയർ ആയിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് നടക്കുന്ന ആളായിരുന്നു. കുറച്ച് എവിടെയെങ്കിലും റൂമോ എന്തെങ്കിലും എടുത്തിട്ട് ബിസിനസ്. കാരണം ഞാൻ ചെറുപ്പത്തിൽ ബിസിനസ് മേഖലയിൽ നിന്നാണ് ഞാൻ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ പിന്നീട് ജോലിയിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു താല്പര്യത്തിൽ ഞാൻ ഇതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുന്നു. പിന്നെ അപ്പൊ അതുകൂടെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഇസ്മായിലും ഗീതാമ്മയുടെ സ്റ്റോക്ക് എടുത്തു. അങ്ങനെ ഉണ്ടായി. അപ്പൊ ഇതൊക്കെ ഞാൻ ഇത് കൂടുതൽ പഠിച്ചെടുക്കേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കി തുടങ്ങി. ഇത് ഞാൻ കൂടുതൽ എന്താണ് ഈ ഉൽപ്പന്നം എന്നും എന്താണ് ഇതിന്റെ സയൻസ് എന്നും എന്താണ് ഇത് ബോഡിക്ക് കൊടുക്കണമെന്നും മനസ്സിലാക്കണം എന്ന് ഒരു എന്താ പറയുക ഒരു ത്രില്ലായിട്ടെടുത്തിയാണ്. ഇവരുടെ പ്രോഗ്രാമുള്ള സ്ഥലങ്ങളിൽ മുഴുവൻ ഞാൻ ആദ്യം പോയത്. തൃശ്ശൂർ വരപ്പെട്ടിട്ട്. അപ്പൊ അന്ന് ആ മെലിഞ്ഞ സാർ എന്ന് പറയുന്നതാണ് നമ്മള് മനോജ് സാർ. അന്ന് അദ്ദേഹത്തിന് എനിക്ക് പേഴ്സണൽ പരിചയമുണ്ടാണ് മെലിഞ്ഞ സാർ എന്ന് പറഞ്ഞത്.
അപ്പൊ മനോജ് സാർ എന്ന ഇതിന്റെ ടോപ്പ് ലൈനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു മനുഷ്യനാണ് അന്ന് ആ ഡെമോ ചെയ്തത്. അപ്പൊ എനിക്കാണ് അതിന്റെ അതിശയം. കാരണം പല മേഖലകളിലും ഇവര് കോട്ടം ചുറ്റിട്ട് അങ്ങ് മാറി നിൽക്കുന്ന ഒരു വേറെ ലെവലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ആ ഒരു ജാടകൾ കാണിച്ചിട്ട് മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് ഇവനെ ഒരു വേറെ ലെവലിൽ നിൽക്കുന്ന കാഴ്ചകൾ കണ്ടുള്ളൂ. അവര് വേറൊരു ഇതും. അപ്പൊ അതിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റൈൽ തന്നെ നമ്മൾ ഇതെന്തോ ഒരു നമ്മളെ ഒരു നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു സൗഹൃദത്തിന്റെ ഒരു മേഖല ഞാൻ അന്ന് അതിനകത്ത് കണ്ടു. ഒറ്റപ്പെടലില്ലേ അതിനകത്ത്. അങ്ങനെ അതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞ് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ ഏകദേശമൊക്കെ ഒരു ധാരണ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആർക്കും അല്ല ഫസ്റ്റിൽ കൊടുക്കുന്നത് എന്റെ കുടുംബത്തിലേക്കാണ് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഞാൻ എന്റെ വൈഫിന് വേണ്ടി ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണ്. അപ്പോഴും ഞാനൊരു കാര്യം പറയാം, എന്നാല് ഈ സ്പോഞ്ച് കൊണ്ട് എല്ലാം ഒപ്പിയെടുക്കുന്നത് പോലെ എല്ലാം അതുപോലെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് എനിക്കില്ല. വിമർശനം, നിരീക്ഷണം ഒക്കെ എന്റെ ഇതിൽ പറഞ്ഞല്ലോ, അതിന്റെ ബ്ലഡിലുള്ളതാണ്. അങ്ങനെ ആയപ്പോ എന്ത് സംഭവിച്ചു, ഞാൻ ഇതിനെ കുറിച്ച് പഠിക്കാൻ പഠിച്ചപ്പോ ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചു. അപ്പൊ വാങ്ങിച്ചത് എന്താ വെച്ചാല് എനിക്ക് അന്നൊരു അബദ്ധം പറ്റി. അതെന്ന് വെച്ചാൽ ഞാൻ 10,700 വാങ്ങിച്ചത്. 10,700 സൂപ്പർ പ്രീമിയം വെച്ചത്. ഇതിന്റെ എന്ത് വാങ്ങിക്കുമ്പോൾ അതിന്റെ സൂപ്പർ പ്രീമിയം ആയിരിക്കണം എന്ന് എനിക്കുണ്ട്. അതിനിപ്പോ ഒരു വീട് വെക്കുകയാണെങ്കിലും ഞാൻ അതിനകത്ത് ചെയ്യുമ്പോൾ ഒരു 10 രൂപ കുറച്ചിട്ട് നോക്കില്ല. കാരണം 10 രൂപ കൂടിയാലും നമുക്ക് അതിന്റെ ക്വാളിറ്റി കൂടുകയാണെങ്കിൽ ആ കാലം മാറുമ്പോൾ അതിന് മാറും. അങ്ങനെ ഒരു ചിന്താഗതി. കാരണം അത് എന്ത് ചെയ്യുമ്പോഴും ഞാൻ എന്റെ ഒരു പോളിസിയാണ്. അപ്പൊ അങ്ങനത്തെ മറ്റേ ഇതിൽ സൂപ്പർ പ്രീമിയം പ്രോഡക്റ്റ് ഞാൻ വാങ്ങിക്കുകയാണ്. ഈ സൂപ്പർ പ്രീമിയം പ്രോഡക്റ്റ് വാങ്ങിച്ച വൈഫിന് എന്തായിരുന്നു വെച്ചാൽ വാദം. അതിലേക്ക് വരാം. ഈ വാദം അദ്ദേഹത്തിന് യുവത്വം അങ്ങനെ 10-45 വയസ്സിന്റെ 40-45 വയസ്സിന്റെ റേഞ്ചുള്ള സമയത്താണ് ഈ വാദങ്ങൾ 39 വയസ്സിൽ തുടങ്ങുന്നത്. അങ്ങനെ വാദം ഇങ്ങനെ വന്ന് ചികിത്സകൾ നടക്കുന്നു, മരുന്ന് കഴിക്കുന്നു, കാശ് അതിന്റെ വഴിക്ക് പോകുന്നു. മൂന്ന് ട്രാക്കിലൂടെ പോകുന്നു. അവളുടെ നിലവില് വാദത്തിന്റെ ചികിത്സയിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നല്ലോ. എറണാകുളത്തെ പ്രമുഖ ഹോസ്പിറ്റലുകളിൽ ഞങ്ങൾ പല ചികിത്സകളും നടത്തി നോക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ പ്രോഡക്റ്റ് ഇതൊന്ന് പരീക്ഷിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്റെ പ്രിയപ്പെട്ട എന്റെ പൊന്നു സുഹൃത്തുക്കൾ, മനോജ് സാർ പറയുമ്പോൾ പൊന്നു സുഹൃത്തുക്കളെ, 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്ക് ഇവൾക്ക് വാദത്തിന്റെ വേദന മാറുകയാണ്. ഈ വേദന മാറുന്നതിന് മുമ്പേയുള്ള ഓരോ ഘട്ടം പല ചികിത്സകളാണ്. കാരണം ചികിത്സിച്ച് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടാതെ ആകുമ്പോൾ ഇതിന്റെ പല കുറച്ചു കാലം കഴിയുമ്പോൾ പറയും അടുത്ത് നോക്കാം, ഇത് വേണ്ട, ഇത് നമുക്ക് റിസൾട്ട് ഇല്ലെന്ന് പറയും. അങ്ങനെ ഇവൾ അക്യുപഞ്ചർ ചികിത്സയിലേക്ക് കൊണ്ടുപോയൊരു സംഭവമുണ്ട്. അത് ഞാനിവിടെ പറയാം. ഈ അക്യുപഞ്ചർ ചികിത്സയിൽ ചെന്നിട്ട് ഇവിടെ തലയിൽ ഇവിടെ കുത്തി, ഇവിടെ സൂചിയൊക്കെ വിരലിന്റെ അടിയിൽ, കാലിലും, മുട്ടില്, ദേഹത്ത് പല ഭാഗത്തും ഇതിന് സൂചി കുത്ത്. അത് കാണുമ്പോൾ ഞാൻ എന്റെ വീഡിയോ എടുത്ത് വെച്ചു, ക്ലിക്കൊക്കെ ഉണ്ട്. എനിക്ക് അവസാനം ഇത് കാണാൻ ബുദ്ധിമുട്ടായിട്ട് പിന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം അത് അത്രമാത്രം ഒരു ബുദ്ധിമുട്ട്. അപ്പൊ ഒരു വാദം എന്നൊരു രോഗി അനുഭവിക്കുന്നത്, നമ്മൾ ഈ വാദം എന്ന 2 അക്ഷരം പറയാൻ എളുപ്പമുള്ളതാണ്. പക്ഷെ ആ രോഗി അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എത്രമാത്രം ഉണ്ടെന്നുള്ളത് നമ്മൾ ഇതിൽ നിന്ന് ഞാൻ നിരീക്ഷിച്ചു തുടങ്ങി. കാരണം അത്രയും സഹിക്കുന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ നിൽക്കണം. അപ്പൊ ഞാൻ ആ ചികിത്സകന്റെ ആളെടുത്ത് ചോദിച്ചു, ഇതെന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇതൊക്കെ കുത്തിവെച്ചിരുന്നത് ഇതുകൊണ്ട് എന്താണ് കാര്യം, എന്താണ് ഇതിന്റെ തെറാപ്പി, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? അപ്പൊ അവർ പറഞ്ഞത് ഇങ്ങനെ കുത്തുന്ന സ്ഥലത്ത് വേദന വരും. ഈ വേദന വരുമ്പോൾ ആ ഭാഗം ശരീരം അതിനേതെങ്കിലും വേദന വരുമ്പോഴാണ് ആ ഭാഗത്തേക്ക് ശരീരം ആ ഭാഗം റെക്ടിഫൈ ചെയ്യാൻ എന്നുള്ള ഒരു തത്വമാണ് അവരുടെ എന്ന് പറയുന്നത്. ചൈനയുടെ തത്വമാണ്. ഇവിടെയാണ് ഞാൻ സുഹൃത്തുക്കളെ, ഞാൻ പ്രകൃതി ജീവന സിദ്ധാന്തക്കാരനാണ്. പ്രകൃതി ജീവന സിദ്ധാന്തം ആരോഗ്യ സംരക്ഷണം ഡോക്ടർ CRR വർമ്മയുടെ ക്യാമ്പിലൂടെ കാലങ്ങളോളം പണ്ട് 1955 കാലഘട്ടങ്ങളിലൂടെ മലപ്പുറം ജില്ലയിലൊക്കെ അദ്ദേഹത്തിന്റെ അവരെ പല ക്യാമ്പുകളും അങ്ങനെ പ്രകൃതി ജീവന സിദ്ധാന്തം മനസ്സിലാക്കി. എന്താണ് പ്രകൃതി ജീവിതമെന്നും, എന്താണ് ആവശ്യമുള്ളതെന്നും, എന്താണ് ആവശ്യമില്ലാത്തതെന്നും, എന്താണ് രോഗമെന്നും, എന്താണ് രോഗമില്ലാത്ത അവസ്ഥ എന്നും മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ആ ജീവിത ശൈലിയിൽ നിന്ന് പ്രകൃതി ജീവന സിദ്ധാന്തം കുറെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ പ്രാണൻ ചെയ്യുന്ന പല സത്പ്രവൃത്തികളുണ്ട്. ഇപ്പൊ ഇവിടെ ഈ വേദന എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രകൃതി സിദ്ധാന്തത്തിലേക്ക് വരുന്നു. ഇവിടെ ഈ പ്രാണൻ ചെയ്യുന്ന സത്പ്രവൃത്തിയിട്ടാണ് വേദന. കാരണം എന്താണ് വേദന എന്നുണ്ടാകുമ്പോൾ ആ വേദനയുള്ള ഭാഗം നമ്മൾ സംരക്ഷിക്കും, അതിന്റെ റെസ്റ്റ് കൊടുക്കും. ആ വേദന നമ്മളെ ശരീരം അങ്ങനെ ഈ ചുമ പ്രാണൻ നൽകുന്ന സത്പ്രവൃത്തിയാണ്. ചില കാലഘട്ടങ്ങളിൽ നിന്ന് ഒരു ക്ലൈമറ്റിൽ നിന്ന് നമ്മൾ മറ്റൊരു ക്ലൈമറ്റിലേക്ക് വരുമ്പോൾ നമ്മളെ ബോഡി ഉണ്ടാകുന്നത് ചുമ, പനി ഉള്ളത് പ്രാണൻ ചെയ്യുന്ന സത്പ്രവൃത്തിയാണ്. ഇവിടെ പലർക്കും അത് രോഗമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ തത്വം വെച്ചിട്ടാണ് ഞാൻ പ്രകൃതി ജീവന സിദ്ധാന്തം വരുന്നത്. അപ്പൊ ഇവർ ഈ വേദന എന്ന് പറഞ്ഞ ഇതിലേക്ക് വന്നപ്പോഴാണ് എന്താണ് ഈ വേദനിപ്പിച്ചിട്ട് ഇതിനെ ശരീരം സ്വയം ഇതിനെ മാറ്റിയെടുക്കണം. ഇവരെ മരുന്നുകൊണ്ടല്ല ആക്ച്വലി മാറുന്നത്, ശരീരം തന്നെ നമ്മുടെ ബോഡിക്ക് ഇതിനെ മാറ്റാനുള്ള ശരീരത്തിന്റെ പ്രവണത. അവിടെയാണ് പ്രകൃതി ജീവന സിദ്ധാന്തം. അപ്പൊ ഈ പ്രകൃതി ജീവന സിദ്ധാന്തത്തില് പഞ്ചഭൂതോപാസനയും സാധാരണ രോഗങ്ങളും എന്നൊരു സബ്ജക്റ്റിൽ ഈ പഞ്ചഭൂതോപാസന എന്ന് പറഞ്ഞ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് ആകാശം, വായു, ഭൂമി, വെള്ളം, അഗ്നി. ഇതിൽ ആകാശം എന്നതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എന്താണ്? സൂര്യകിരണം.
ഈ സൺബാത്ത്, ഞാനൊക്കെ സൺബാത്ത് നോക്കാം, സൂര്യനെ നഗ്ന നേത്രം കൊണ്ട് നോക്കുന്ന ആളാണ്, പ്രഭാതത്തിൽ ഉദിച്ചു വരുന്ന സൂര്യനെ. പക്ഷെ ഇപ്പോഴൊക്കെ ഈ ഉദിച്ചു വരുന്ന സമയത്ത് നോക്കേണ്ട സമയത്താണ് ഇപ്പൊ ഇതിൽ വന്നിട്ട് നോക്കുന്നില്ല. അപ്പൊ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഞാൻ ഉദിച്ചു വരുന്നത് സൂര്യനെ നോക്കി നോക്കി പ്രാക്ടീസ് ചെയ്യുന്നു. അല്ലാത്തപ്പോ നോക്കരുത്, കണ്ടുപോകും, ആരും ചെയ്യരുത്. അപ്പൊ ഈ നഗ്ന നേത്രങ്ങൾ വളരെ സൂര്യസ്നാനം, സൺബാത്ത്, സൂര്യസ്നാനം എന്നത് നമ്മുടെ ആരോഗ്യത്തിന്റെ ഒരുപാട് നൽകുന്നതാണ്. നമ്മളെ നേത്രങ്ങളിലൂടെ നമുക്ക് എനർജി കിട്ടുന്നു. അപ്പൊ ഈ അങ്ങനെയാണ് ഞാൻ ഇപ്പൊ എന്റെ ജീവിത രീതിയിൽ മാറ്റിയുള്ള രോഗങ്ങളില്ലാതെ, കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഇത്രയും കാലം ജോലി ചെയ്തിട്ട് റീഇംബേഴ്സ്മെന്റ് എന്നൊരു സംഭവം അധികം ഇല്ലാതെ ജീവിച്ചു പോന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലെത്തിരിക്കുന്നത്. ഈ ബൈട്ടോറിയം എന്ന പേരിൽ ചൈനയിലും ജപ്പാനിലും കൊറിയയിലും ഹോങ്കോങ്ങിലും അങ്ങനെ അവിടെ എല്ലാ രാജ്യങ്ങളിലും നടക്കുന്ന ഒരു തെറാപ്പി, മയോമാഗ്നറ്റിക് തെറാപ്പി നമ്മൾ കൈവശം എത്തുകയാണ്. അപ്പൊ ഈ പഞ്ചഭൂതങ്ങളിൽ വരുന്ന വായു അതായത് നമ്മളെ വായു ശ്വസിക്കണം, ആ പ്രാണായാമം അതിനകത്തുള്ളതാണ്. പ്രാണായാമം ഒരു പ്രധാന ഘടകമാണ്. ഈ ശ്വാസം എക്സൈൽ ഇൻഹെയിൽ പ്രാണായാമം ചെയ്തിട്ട് ആദ്യം ഇൻഹെയിൽ ചെയ്തു, അതിനകത്ത് 1 2 3 4 5 6 7 7 എണ്ണം വീണ്ടും എക്സൈൽ ചെയ്യും. അങ്ങനെ ഒരു പ്രാക്ടീസ് ആണ്. അപ്പൊ ഈ ചെയ്യുന്ന എന്തിനാണ്? നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ ഓക്സിജൻ കിട്ടണം. ഈ ഓക്സിജൻ കിട്ടണമെങ്കിൽ നമ്മുടെ ലങ്സ് അതിനനുസരിക്കണം. നമ്മൾ ചെയ്താൽ പോരാ, അപ്പൊ നമ്മുടെ ലങ്സ് അതിനനുസരിച്ച് സജീവം. ഇവിടെ കം ടു ദ പോയിന്റ്. അതായത് ഇപ്പൊ ഞാനൊക്കെ ജോലി ചെയ്യുന്നത്, ഞാൻ ഇസ്മായിലൊക്കെ ഞങ്ങളുടെ ഒക്കെ ട്രേഡ്സ്മാൻ ആയിരുന്ന ഞങ്ങളുടെ അന്നത്തെ സൂപ്പർവൈസർ ആവുന്നതിന് മുമ്പുള്ള ഞങ്ങളുടെ കാലഘട്ടം നല്ല കൊച്ചിൻ ഷിപ്പ്യാർഡിലെ ഷിപ്പിനകത്ത് പല മേഖലകളിലും ടാങ്കിനകത്തും വളരെ വർക്ക് ചെയ്ത് ഈ പെയിന്റും അതെല്ലാം കത്തിക്കരിഞ്ഞ് പൊടിയും പുകയും ശ്വസിച്ച് മാസ്ക് ഒക്കെ കെട്ടിയാലും ശരി, ഇതെല്ലാം മാസ്ക് ഒക്കെ ഞങ്ങൾ ടാങ്കിനകത്ത് പുറത്തിറക്കുമ്പോൾ അതിന്റെ കളർ കറുത്തിറക്കണ്ടായിരിക്കും. അത്രയും പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയയിൽ വർക്ക് ചെയ്തിട്ടാണ് ഞങ്ങളൊക്കെ അടുത്ത ലെവലിലേക്ക് കയറി വന്നത്. അങ്ങനെ വർക്ക് ചെയ്ത് ഞങ്ങളൊക്കെ പൊല്യൂഷൻ, ഞാനൊരു മിഗ് വെൽഡറാണ് ആയിരുന്നു അവിടുന്ന്. അപ്പൊ അന്ന് ഞങ്ങൾ മിഗ് വെൽഡിങ് ചെയ്യുമ്പോൾ ഇതിന്റെ കാർബൺ ഡയോക്സൈഡ് ഇങ്ങനെ വന്നുള്ള പുക ശ്വസിക്കും. ഇതൊക്കെ കയറി അവിടെ എത്തുന്നത് ഈ ലങ്സിനകത്ത്. റിട്ടയർ ആയി പോകുന്നത് കിട്ട് ഞാനൊക്കെ കുറച്ച് കാലം കഴിഞ്ഞ് റിട്ടയർ ആയതുകൊണ്ട് അവധി എന്റെ നെഞ്ചത്തിട്ട് ഇങ്ങനെ അടിക്കുകയായിരുന്നു. എന്താണെന്ന് വെച്ചാല് ലങ്സ് ഒക്കെ കിടക്കുകയാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിനകത്ത് പീരിയോഡിക്കലായിട്ട് മെഡിക്കൽ ചെക്കപ്പ് വരുന്ന സമയത്ത് ഈ എക്സ്റേയും ഇതൊക്കെ എടുക്കുന്ന സമയത്ത് ഷിപ്പ്യാർഡിലുള്ളവരുടെ എക്സാമ്പിളാണ് അവര് പറയും. ഷിപ്പ്യാർഡിലുള്ളവർ മാത്രം എന്താണ് അത്രയും പൊല്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥലത്ത് ഞങ്ങൾ ജോബ് അങ്ങനെയാണ്, നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല. എത്ര നമ്മൾ സേഫ്റ്റി സിസ്റ്റം ഉപയോഗിച്ചാലും അത് നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള എനിക്ക് റിട്ടയർ ആയി വന്നിട്ട് എന്റെ ശരീരം ശ്വാസം ഇങ്ങനെ കിട്ടില്ലായിരുന്നു. ഞാൻ ഇപ്പൊ ഈ സംസാരിക്കുന്ന ക്ലാരിറ്റി ഒന്നും എന്റെ സൗണ്ടിനില്ലായിരുന്നു. നല്ല വളരെ ഒരു പതർച്ചയുള്ള ശബ്ദമായിരുന്നു, കപക്കെട്ട പോലെ എന്തോ ഒരു തെങ്ങിലുള്ള ഏതോ ഭാഗത്ത് കൂടി ശബ്ദം വന്നിരുന്ന ഞാനൊരു ഞാൻ പാട്ട് പാടിയിരുന്നത്, പാട്ടൊന്നും പാടാൻ പറ്റില്ല കാരണം ഇതിലായി പോകും. അപ്പൊ അങ്ങനെ ഈ ലങ്സ് മൊത്തം ഇതായി കിടക്കുന്ന സമയത്ത് ഇപ്പൊ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചത് വൈഫിനായിരുന്നു, സിംഗിൾ, കാരണം അവൾക്ക് വാദത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഇതിന് കുറെ ഞങ്ങൾ ഉപയോഗിക്കലും ഇതിന്റെ വെള്ളം കുടിക്കലും കുറച്ച് കാര്യങ്ങളിലേക്ക് വരാം എന്താണ്. അപ്പൊ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് ഫാമിലി പാക്കറ്റ് വാങ്ങിക്കണം, ഇതിന്റെ ആവശ്യമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഒരു പാക്കറ്റ് ഫാമിലി പാക്കറ്റ് കൂടി വാങ്ങിക്കണം. അപ്പൊ 3 പ്രോഡക്റ്റ് ഞങ്ങളെ വെച്ച് ഇതൊരു സത്യം പറഞ്ഞാൽ ഇത് ഒരു വീട്ടിൽ മിനിമം ഫസ്റ്റ് വാങ്ങിക്കുമ്പോൾ മിനിമം ഫാമിലി പാക്കറ്റ് വാങ്ങിക്കണം. അല്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഒരാൾ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കും, കയ്യിൽ ഇടാത്തുണ്ടാവും, റിസ്റ്റ് വരെ പറ്റും, അങ്ങനെ ഇതൊക്കെ അങ്ങനെ പോകും, സ്പ്ലിറ്റ് ആയി പോകും. ആരോട് ഉപയോഗിക്കേണ്ട പറയുമോ, ഇത് എനിക്ക് അതുണ്ട്. അപ്പൊ കോമൺ ആയിട്ട് ഇത് പോകുമ്പോൾ ഇതിന്റെ റിസൾട്ട് ആർക്കും കിട്ടാതെ വരും. ഇപ്പൊ തലവേദനയ്ക്കൊക്കെ കറക്റ്റ്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉള്ളു. അപ്പൊ നമ്മൾ ഈ 3 പ്രൊഡക്റ്റിന്റെ കയ്യിലെത്തിയപ്പോ ഞങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ക്രമേണ എന്റെ ലങ്സ്, പഞ്ചഭൂതങ്ങളിൽ പറയുന്ന വായു എന്ന ഇത് എന്റെ ലങ്സ് ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഒരു 2 മാസം 2 ആഴ്ച 3 ആഴ്ച ആയതോടുകൂടി എനിക്കൊരു കഫക്കെട്ട് ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പൊ പ്രകൃതി ജീവന സിദ്ധാന്ത പ്രകാരം അത് രോഗമല്ല, കാരണം പ്രാണൻ ചെയ്യുന്ന ശുദ്ധീകരണ പ്രവൃത്തിയാണ്. ഈ ചുമ വരുമ്പോൾ നമ്മൾ ഓടി ആശുപത്രി പോകും, ഇതാണ് നമുക്കുള്ളത്. അപ്പൊ ഈ ചുമ വന്ന് 2 ആഴ്ച ഞാൻ ശരിക്കും ചുമച്ച് എന്റെ ബ്രീത്തിങ് ഒക്കെ ഉണ്ട് ക്ലിയർ ആയി. ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ഇത്രയും കൂളായിട്ട് സംസാരിക്കുന്ന എന്റെ ശ്വാസം വളരെ പെർഫെക്റ്റ് ആയിട്ട് എന്റെ ലങ്സിന്, നമുക്ക് അറിയാം ഈ ലങ്സിന് പണ്ട് പറയും ഈ ലങ്സിനെ മാത്രം എടുത്തൊന്ന് കുടഞ്ഞ്, ഞങ്ങൾ ഷിപ്പ്യാർഡിൽ വരുന്ന ഇതൊന്നും ഈ സഞ്ചി എടുത്ത് കുടഞ്ഞിട്ടൊന്ന് പൊടി കളയാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ട് ബ്രോങ്കോസ്കോപ്പി ഒക്കെ പല സംവിധാനം ഉണ്ട്, പക്ഷെ അതിനതിൻ്റെതായ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവും. അപ്പൊ ഇതൊന്നും വരാതെ നമ്മുടെ ശരീരത്തിന്റെ പുറത്ത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ലങ്സിനെ ശുദ്ധീകരിക്കുന്ന ഈ ഒരു ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ അതിശയമായിട്ടാണ് എനിക്ക് അങ്ങനെ. അപ്പൊ ഈ പഞ്ചബോധാവാസനയിൽ വായു സംബന്ധമായ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാനിപ്പോ പറയുന്നത്. അതിലെ അടുത്തതാണ് വായു. ജലം എന്ന് വെച്ചാൽ ഇന്നൊരു വളരെ പ്രതികൂലമായ ഘടകമായിട്ട് കിടക്കുകയാണ് നമ്മുടെ ശരീരം. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ മാലിന്യത്തിന്റെ ഭാഗമായിട്ട്
അത് ശുദ്ധീകരിച്ചെടുക്കുന്നതിന്റെ പ്രശ്നങ്ങൾ നമ്മളിപ്പോ ഫിൽറ്ററുകളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. ഫിൽറ്ററൊക്കെ വാങ്ങിച്ചാൽ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചതിന് ശേഷം കേട്ടോ. കാരണം നമ്മൾ തിളപ്പിച്ച വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഈ തിളപ്പിച്ച വെള്ളം ഉപയോഗിക്കുമ്പോൾ ഇതിനകത്തുനിന്ന് എല്ലാം പോകുന്നത് നമ്മളെ പ്രകൃതി ജീവന സിദ്ധാന്തത്തിൽ തന്നെ അറിയുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അതും പറഞ്ഞിട്ട് വെള്ളം കുടിച്ച മറ്റു രോഗമൊന്നല്ല. അങ്ങനെ തിളപ്പിച്ച വെള്ളം കുടിക്കുന്നു. ഇവിടെ വരുമ്പോൾ പൈപ്പ് ലൈനൊക്കെ അറിയാം. നമ്മൾ എറണാകുളത്തൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പൈപ്പ് ലൈനും അതിന്റെ പ്യൂരിഫിക്കേഷനും അതിന്റെ ലെവൽ എന്താണെന്നൊക്കെ നമുക്കറിയാം. കാരണം പൊട്ടുന്ന സമയത്ത് അതിനകത്തേക്ക് മറ്റേ വെള്ളം കിടക്കുന്നു. പക്ഷേ എങ്കിലും ഈ ക്ലോറിനകത്തുള്ളപ്പോൾ ക്ലോറിൻ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ പോകുന്നു. അപ്പൊ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ നാട്ടിലും ഇങ്ങനെയാണ് ചെയ്യുക. ഓടിക്കളിച്ച് ഗ്രൗണ്ടിലും ഓടിക്കളിച്ചൊക്കെ വന്നു കഴിഞ്ഞ് കുഴങ്ങിട്ട് കിണറ്റിൽ ചെന്നിട്ട് ബക്കറ്റിൽ കോരിയിട്ട് കുടിക്കലുണ്ട്. ബക്കറ്റ് ഒരു വളരെ കിണറ്റ്. അത് ഇന്നത്തെ പറയുന്നത് ഈ ബയോബാലറ്റിക് വാട്ടറാണത്. അപ്പൊ നമ്മൾ വിവരം നമ്മളിൽ വെക്കുമ്പോഴല്ലേ അത് ആ വെള്ളം നമ്മൾ അന്ന് ഉപയോഗിക്കുന്ന വെള്ളം അത്ര പ്രധാനമെന്നാണ് അതാണ് കുടിക്കുന്നത്. അപ്പൊ ഈ ഇതിനകത്ത് വരുന്ന ഈ ബയോമാഗ്നറ്റിക് തെറാപ്പിയിൽ ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന നിങ്ങൾ ഈ പാഡ് ഇതിലെ ഫ്രഷേഴ്സ് ആരെങ്കിലും ഇതിൽ ആരാണ് പുതുതായിട്ട് വരുന്നവരായിരിക്കുന്നത് ഈ കുപ്പി നിങ്ങൾ വാങ്ങിക്കണം. ഇത് ഉപയോഗിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇതിന്റെ പ്രത്യേകിച്ച് ഇത് ഇങ്ങനെ അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിക്കാൻ സൗകര്യമാണ്. ഈ വെള്ളം ഒഴിക്കാൻ സൗകര്യമുള്ളപ്പോൾ എന്താണ് ഇത് നനയില്ല. കുപ്പിയാണെങ്കിൽ കുട്ടികൾ എടുത്തൊക്കെ വീഴാനും പൊട്ടാനും സാധ്യതയാണ്. അപ്പൊ നിങ്ങൾ എപ്പോഴും ഈ ഇതുപോലത്തെ ഒരു ജഗ് വാങ്ങിക്കണം. ഇത് ചില്ലിന്റെയാണ്, വളരെ സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇതിനകത്ത് അറിയാലോ, ഇതിനകത്ത് തുടക്കക്കാരായിട്ടുള്ള ആരെങ്കിലും ഇത് കേൾക്കാറുണ്ട്, ഇതിനകത്ത് 40 മാഗ്നറ്റുകൾ ഉണ്ട്. ഇതിനകത്ത് ഈ 40 മാഗ്നറ്റുകളുടെ ഇതിനകത്ത് നിൽക്കുന്ന ഈ വെള്ളം മാഗ്നറ്റൈസ്ഡ് വാട്ടർ, മാന്ത്രിക ജലം എന്നാണ് ഞാൻ എന്റെ അതിൽ ആരെങ്കിലും ഞാൻ മെസ്സേജ് ചെയ്യുമ്പോൾ പറയാം മാന്ത്രിക ജലം. കാരണം അതിന്റെ വാക്കുകൾക്ക് എല്ലാം നമ്മൾ വാക്കുകളിൽ ഒതുക്കാൻ പറ്റില്ല. അങ്ങനെ ഈ മാന്ത്രിക ജലം നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ പ്യൂരിഫിക്കേഷൻ, അതായത് നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ കിട്ടുന്നതിന്റെ, നമ്മുടെ ശരീരത്തിലേക്ക് എനർജി കയറുകയാണ്, നമ്മുടെ സെല്ല് വർക്കിംഗ് ആവുന്നതിന്റെ, നമ്മൾ ഇതിൽ കിടക്കുന്നതോടുകൂടി നമ്മളെ ന്യൂറോ സിസ്റ്റം പെർഫെക്റ്റ് ആവുന്നതിന്റെ ഭാഗമായി നമ്മളെ ബ്ലഡിന്റെ വിസ്കോസിറ്റി കറക്റ്റ് ആയി വരുന്നതോടുകൂടി ഇങ്ങനെ ഓരോ ഇതും ക്ലിയർ ആയി വരുന്നതോടുകൂടി എന്ത് സംഭവിക്കുന്നു, നമ്മുടെ ഓരോ ഓർഗൻസും വർക്കിംഗ് ആയി വരുന്നു. നമ്മളെ ബ്രെയിനിലേക്ക് ഓക്സിജൻ കിട്ടി ബ്രെയിൻ എന്താവുന്നു, ബ്രെയിൻ വർക്കിംഗ് ആയിരുന്നു. എല്ലാ വശത്തേക്കുള്ള മെസ്സേജുകൾ ബ്രെയിനിൽ നിന്ന് കൊടുക്കാനും ഓരോ ഓർഗൻസിനും സജീവമായി ആക്റ്റീവായി നിർത്താൻ സാധിക്കുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഓരോ ഓർഗൻസും വരുമ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ രോഗികളാവുന്നത്. തൈറോയിഡ് പ്രശ്നം ഒന്ന്, അല്ലെ, കിഡ്നി, ലിവർ പ്രശ്നം, ഇങ്ങനെ ഓരോരോ അവയവങ്ങൾക്കുണ്ട്. ഈ അവയവങ്ങൾക്ക് ഇതൊരു സത്യം പറഞ്ഞാൽ ഇതിൽ നമുക്ക് എങ്ങനെ ഇതിനെ വാക്കുകൾ കൊണ്ട് നിർവചിക്കണമെന്ന് അറിയില്ല. ഇതിന്റെ ബേസിക് തെറാപ്പി നമ്മളാണ് പഠിച്ചത്. ഇതിന്റെ ഒരുപാട് പറയുന്നത് വേണ്ട, കുറച്ച് പറഞ്ഞിട്ട് ഈ പ്രോഡക്റ്റിനെ പറയാൻ പറ്റും. കാരണം ഇതിന്റെ ബേസിക് തെറാപ്പി നമ്മൾ ഒരാളോട് പറഞ്ഞാൽ പക്ഷെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ മനുഷ്യൻ തയ്യാറാവില്ല എന്നുള്ളതാണ്. അങ്ങനെ ഈ പഞ്ചബോധോപസരങ്ങളിലുള്ള ജലത്തിന്റെ കാര്യം പറഞ്ഞാൽ ഇതിൽ നീ മാഗ്നറ്റൈസ്ഡ് വാട്ടറിൽ ഇതിന്റെ വെള്ളത്തിന്റെ കനം കുറയാന്ന് പറയും. എന്താണ് ഈ വെള്ളത്തിൽ നിന്ന് നമ്മൾ കുടിക്കുമ്പോൾ അതിന്റെ നമ്മൾ മൈക്രോ ക്ലസ്റ്ററിങ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ള ഈ വെള്ളം കുടിക്കുമ്പോൾ അതിൽ നിന്ന് ഓക്സിജൻ നമ്മുടെ സെല്ലിലേക്ക് എത്തുന്നു. സെല്ല് സജീവമാകുമ്പോൾ സെൽ വോൾട്ടേജ് കൂടും. നമ്മൾ കറണ്ട് ക്ലാസ്സുകളൊക്കെ കേട്ടാണ്. അങ്ങനെ നമ്മുടെ ശരീരം എനർജറ്റിക് ആയി മാറുന്നു. നമ്മൾ ഇതുപോലെ ഊർജ്ജസ്വല എത്ര നേരം നിന്ന് സംസാരിക്കാനും എത്ര നിന്ന് പ്രവർത്തിക്കാനും ഉള്ള കപ്പാസിറ്റി ഉള്ള ഒരാൾക്ക് മാന്ത്രിക ജലം നമ്മൾ ചേർക്കുന്നു. അടുത്തത് പഞ്ചഭൂതോപാസനയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോ ആകാശം, ഭൂമി, വെള്ളം പറഞ്ഞു അല്ലെ, വെള്ളം പറഞ്ഞു, വായു, അഗ്നി, അതിലൊന്നാണ് അഗ്നി. അപ്പൊ ഈ അഗ്നി എന്നതിനെ കുറിച്ച് പണ്ടൊക്കെ പഞ്ചഭാസന എന്ന് പറഞ്ഞിട്ട് ഇതിൽ പറയുമ്പോ എന്താ ഈ അഗ്നി, അഗ്നിക്ക് എന്താ ശരീരത്തിൽ ഇത്ര സ്ഥാനം? തീയല്ലേ, നമ്മൾ അഗ്നി എന്ന് ആളിക്കത്തുന്ന തീയാണ്, ഇതെങ്ങനെ ശരീരത്തിന്റെ ഉള്ളിൽ എന്ന ഒരു ചിന്ത ഉണ്ടാവുമായിരുന്നു പണ്ടൊക്കെ. അതിന്റെ മെച്ചടാവുന്നതിന് മുമ്പ് കേട്ടോ. പിന്നെയാണ് അഗ്നി എന്താണ്, ചൂടാണ്. നമ്മുടെ ശരീരത്തിൽ ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചൂട് കലോറി എത്രയാണെന്ന് നമ്മളൊക്കെ തിരിച്ചു നോക്കണം. നമ്മൾ ഈ വായുവിൽ നിന്നും ചൂടില്ലാത്ത എയർ നമ്മൾ വലിച്ചെടുക്കുന്നു, എക്സൈൽ ചെയ്യുന്ന നമ്മൾ ഉച്ഛ്വസിക്കുന്ന ഈ വായു ചൂടുള്ളത് അവിടുന്ന്. അപ്പൊ ഒരു ദിവസം നമ്മൾ എന്തോ ഒരു ഉഷ്ണത്തെ നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ബാലൻസ് ചെയ്യണം. ഓക്സിജൻ എടുക്കൽ മാത്രമെന്നല്ല ഈ ശ്വാസത്തിന്റെ അർത്ഥം. അത് ക്ലിയർ ആകുമ്പോൾ നമ്മളെ ലങ്സ് ക്ലിയർ ആണോ, ഇതെല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ നമ്മളെ ലങ്സ് ക്ലിയർ ആണോ. ലങ്സ് ക്ലിയർ ആണെങ്കിൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും നല്ലത് ഈ ബൈട്ടോറിയത്തിന്റെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതാണ് അതിലൊന്ന്. അങ്ങനെ ഈ ലങ്സ് ക്ലിയർ ആവുന്നതോട് കൂടിയാണ് നമ്മളെ ബാക്കി കാര്യങ്ങളെല്ലാം സജീവമായി വരുന്നത്. അപ്പൊ ഈ ലങ്സ് ക്ലിയർ ആവണമെങ്കിൽ ഞാൻ വീണ്ടും പറയാണ്, ഇതിനകത്ത് കാണിക്കുന്ന ഇതിനകത്തുണ്ട് ഈ പ്രോഡക്റ്റ്. ഞാൻ വീണ്ടും തുടക്കക്കാർക്ക് കുറച്ച് കാര്യങ്ങളും കൂടി പറയാം. ഇതിനകത്ത് മാഗ്നറ്റ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നവർ ഇപ്പൊ നമ്മളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഏത് ലെവലിലാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത് നമ്മളൊന്ന് പഠിച്ചിരിക്കണം. കാരണം ഇതിന്റെ ഒരു മാഗ്നറ്റിനെ ഈ മാഗ്നറ്റ് ഇങ്ങനെ നിൽക്കും. ഈ മാഗ്നറ്റിനെ തിരിച്ചു വെച്ചിട്ട് ഇപ്പുറം വെച്ച് അവിടെ നിൽക്കില്ല. പിന്നെ അതിന്റെ അടുത്ത ലെവലിലാണ് ഇങ്ങനെ നിൽക്കുക. അതായത്
ഓപ്പോസിറ്റ് സൈഡ് എടുക്കുക. അപ്പൊ മാഗ്നറ്റ് ഒരു സൈഡ് നിന്ന് മാറി നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്, അങ്ങനെയാണ് ഈ മാഗ്നറ്റ് ഇതിനകത്ത് വെച്ചത്. നമ്മൾ ഈ നമ്മുടെ കൈവശം ഇത് ടെസ്റ്റ് ചെയ്യാൻ കിട്ടുന്ന മാഗ്നറ്റ് ഉണ്ടല്ലോ, പീസ്, ഇത് സാഗർ ജോഷി സാർ ഇതിനകത്ത് വെറുതെ വെച്ചല്ലോ. നമ്മൾ ഇതൊക്കെ എല്ലാവരും ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ അറിയില്ല, ഉണ്ടാവുമായിരിക്കാം. ഇല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യണം. ഒരു ഒരു ചിലത് വെച്ചാൽ തെറിക്കും. എന്താണ്, എന്റെ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുന്നില്ലേ. അപ്പൊ ഒന്ന് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്, ഇങ്ങനെയാണ് ഇതിനകത്ത് ഇത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഈ മാഗ്നറ്റിക് സർക്കിൾ, ഈ ഒരു ഇതിനകത്ത് ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇതിനകത്ത് ഇങ്ങനെ മാഗ്നറ്റിക് സർക്കിൾ ഓരോ ഇതിലാണ് നമ്മൾ വിഷ്വൽ അല്ലാത്ത അദൃശ്യമായിട്ടുള്ള ഈ കാന്തിക വലയത്തിലാണ് നമ്മൾ ഇതിനകത്ത് തലവെച്ച് കിടക്കുന്നത്. ഈ അതുപോലുള്ള ഇതിലാണ് നമ്മുടെ ശരീരം ഇതിനകത്ത് കിടക്കുന്നത്. പിന്നെ ഇത് ഒരു ചികിത്സയായിട്ട് ഉപയോഗിക്കുന്നവരോട് ഞാൻ പറയുകയാണ്, ചികിത്സയ്ക്കായിട്ട് ആദ്യം ഉപയോഗിക്കുന്നവർ ഇതിനെ മലന്നെ ശരിക്ക് സ്ട്രൈറ്റ് ആയിട്ട് നടുക്ക് ബോഡി മലന്ന് എല്ലാം കൈ കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് വെച്ചിട്ട് ഈ ബോഡി ഇതിൽ കിടക്കണം. ചെരിഞ്ഞു കിടക്കലോ അങ്ങനെ. കാരണം നിങ്ങളെ നട്ടല് ന്യൂറോ സിസ്റ്റം എല്ലാ ഇതിനും പാസ് ചെയ്യുന്ന ഈ ഇതിന് ബോഡിക്ക് ഇത് കിട്ടണം. അപ്പൊ ഇതൊരു ഫസ്റ്റ് ഇത് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ഇതിനകത്ത് നേരെ മലന്ന് തന്നെ കിടക്കണം. മലന്ന് കിടന്നിട്ട് ഈ കൈയും കാലും നീട്ടി ഇതിന്റെ ഉള്ളം കൈ അടക്കത്തിനകത്തേക്ക് വെച്ചിട്ട് നിങ്ങൾ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് നിങ്ങൾ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് സെൻസ് ശരിക്കും നല്ല ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളെ ഓരോ ഭാഗത്തുള്ള പൾസുകൾ ഇങ്ങനെ അറിയാൻ തുടങ്ങും. ഇതൊക്കെ ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റഡി ചെയ്തപ്പോഴാണ്. അപ്പൊ നോക്കുമ്പോൾ ഇത്രയും സ്ഥലങ്ങളിൽ എനിക്ക് പൾസ് ഉണ്ടോ എന്ന് നമുക്ക് പിന്നെ ക്രമേണ അറിഞ്ഞ് ഭയങ്കര രസമല്ല. അതൊക്കെ പരീക്ഷിക്കണം, പഠിക്കണം, നിരീക്ഷിക്കണം. അപ്പൊ അങ്ങനെ ഈ പഞ്ചഭൂതോപാസനയില് വായു, ജലം, അഗ്നിയെ കുറിച്ച് പറയാണ്. നമ്മുടെ ശരീരത്തിലെ ജഠരാഗ്നികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളുടെ ഭാഗമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന കലോറി നിസ്സാരമല്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, ഈ കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം ദഹിപ്പിക്കുന്നത് അതിനോടനുബന്ധിച്ച് നമ്മുടെ ശരീരത്തിലെ ജഠരാഗ്നികളുടെ രാസപ്രവർത്തനത്തിന്റെ ഭാഗമായി ഉൽപ്പാദിപ്പിക്കുന്ന ഈ ശ്വാസം, അതിനനുസരിച്ച് നമ്മൾ പ്രാണായാമം ശരിക്കും ഓക്സിജനും വലിക്കലും കയറില്ലെങ്കിൽ എന്താണ് ഈ ഉൽപ്പാദിപ്പിക്കുന്ന ക്രിയേറ്റ് ചെയ്യുന്ന നമ്മുടെ ബോഡിയിൽ ചൂട് കൂടും, അതിൻ്റെതായ വേറെ ഇടും. അപ്പൊ ഈ ശ്വാസകോശത്തിന്റെ പ്രവർത്തനം ക്ലിയർ ആവുക എന്ന് പറയുന്നത് ശ്വാസകോശം മാത്രമല്ല ക്ലിയർ ആവുന്നത്, അതോടനുബന്ധിച്ചുള്ള നമ്മളെ ബോഡി ശാസ്ത്രത്തിൽ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ഓരോന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അത് ഈ പ്രകൃതി ജീവന സിദ്ധാന്തം പഠിച്ചു കഴിയുമ്പോഴാണ് അതിനെ കുറിച്ച് മനസ്സിലാവുക. വളരെ തത്വങ്ങളാണ്. നമ്മൾ എന്താണ് രോഗം, എന്താണ് രോഗമില്ലാത്ത അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ രോഗിയല്ല എന്ന് നമ്മൾ മനസ്സിലാവും. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ആ മേഖലയെ കുറിച്ച് പറഞ്ഞു. അതിനെല്ലാം ഇപ്പൊ ഈ ബയോമാഗ്നറ്റിക് തെറാപ്പിയിലൂടെയുള്ള ഈ പ്രോഡക്റ്റ്, ഈ ബയോട്ടോറിച്ചിന്റെ ഈ പ്രോഡക്റ്റ് ഞാൻ ഇതിലേക്ക് പ്രവർത്തകത്തിന് വന്നു. എന്റെ ആദ്യം കൊടുത്തൊക്കെ എന്റെ ക്ലോസ് റിലേറ്റീവ്സിനാണ് ആദ്യം കൊടുത്തത്, പിന്നെ ക്ലോസ് ഫ്രണ്ട്സ്, ഇന്റിമേറ്റ്സിനും. കാരണം അവരോട് പറയാൻ ധൈര്യമായിട്ട് നമുക്ക് പറയാവുന്നു. മറ്റുള്ളവരുടെ അടുത്ത് പറയുമ്പോഴാണ് അവരൊരു അവിശ്വാസം കാണിക്കുക, അതൊക്കെയാണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നവരുടെ അടുത്ത് ഞാൻ പറയാം, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്ഥാനം സമൂഹത്തിലുണ്ട്, നിങ്ങളുടേതായ ഒരു മേഖലയുണ്ട്. ഒരു കാരണവശാലും നിങ്ങൾ മറ്റൊരാൾ പ്രവർത്തിക്കുന്നതെന്ന് വെച്ചിട്ട് അയാളുടെ നിങ്ങളെ ബാധിക്കില്ല. നിങ്ങൾ നിങ്ങളുടേതായ സ്പേസിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. ഡാറ്റ സെല്ലിങ്ങിന്റെ ഇതിൽ പ്രവർത്തിക്കുന്നവരൊന്നും ഓർക്കണം, അയ്യോ അവൻ ഇതിനകത്തുണ്ട് മറ്റൊന്നോ. എനിക്ക് എന്റേതായ സ്പേസുകളുണ്ട്. ഇപ്പൊ റോഡിലേക്ക് ഒരു കാർ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ റോഡിലേക്ക് ഒരു പുതിയ കാർ ഇറങ്ങി ആ കാറിന്റെ ഒരു സ്പേസ് അവിടെ അത് ഓക്യുപ്പൈ ചെയ്ത് കഴിഞ്ഞു. പിന്നെ അതിന് മൂവ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അത് മറ്റൊന്നിനും മുട്ടാതെ കൊണ്ടുവരാനുള്ള അതിന്റെ സ്പേസ് ഓൾറെഡി നമ്മൾ ഇതിന് നികുതി കൊടുച്ച ആ സ്പേസിനുള്ള നികുതിയാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഓരോ മേഖലയിലേക്ക് വരുമ്പോഴും നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഇതിനകത്ത് വേറെ ആള് അടുത്തോ ഇവിടെ കൊണ്ടുവച്ചിട്ട് നമുക്ക് അവരൊന്നും ഇത് ബാധിക്കില്ല. ഇതാണ് അതിന്റെ പ്രത്യേകത. ഓരോരുത്തരുടെ റേഞ്ച് വേറെ സ്ഥലങ്ങളിലായിരിക്കും. അപ്പൊ നമ്മൾ നമ്മളുടേതായ ഒരു സ്റ്റൈൽ എടുത്തുകൊണ്ട് നമ്മളുടേതായ ഒരു മേഖല എടുത്തുകൊണ്ട് നമ്മുടെ ലൈനിലൂടെ ഇതിൽ പോയി കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ച് ഞാനിതിൽ വന്ന് 1 മാസം കൊണ്ട് ഇത്ര ആളെ ടാർഗറ്റ് തേക്കാന്നുള്ള ഒരു ലക്ഷ്യത്തിലായിരുന്നു ഞാൻ പോയിരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ഷിപ്പ്യാർഡിനകത്തെ ടാർഗറ്റാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടിരിക്കുക. ഇസ്മായിൽ പറയാം ഞങ്ങൾക്ക് അനുഭവിച്ചത് ഇത്. ഇസ്മായിലിനെ കുറിച്ച് പറയാം. അദ്ദേഹം ഈ പ്രൊഡക്റ്റ് ചെയ്തപ്പോൾ ഞാൻ വളരെ സത്യസന്ധമായിട്ടും വളരെ ഓടിയെത്തിയതാണ്. ഇസ്മായിലിന് എനിക്ക് എന്റെ ഹൃദയത്തിൽ ഇസ്മായിലിന്റെ സ്ഥാനമുണ്ട്. വളരെ സിൻസിയർ ആയിട്ടുള്ള മനുഷ്യനാണ്, ഒരാളെ ചതിക്കാത്ത ശുദ്ധനായ ഒരു മനുഷ്യനാണ് അയാൾ. എനിക്കറിയാം. സ്വന്തം അമ്മയെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഒരു വീട് അന്വേഷിക്കാൻ നടന്നിട്ട്, കാരണം നിലവിലുണ്ടായിരുന്ന വീട്ടില് പുള്ളിക്ക് പുള്ളി കിടക്കുന്ന റൂമിൽ നിന്ന് അമ്മയെ കാണില്ലായിരുന്നു. അന്വേഷിച്ച് നോക്കണം, സത്യമായ കാര്യമാണ്. അങ്ങനെ പുള്ളി വീട് അന്വേഷിക്കാൻ പറയും. നല്ല വീടുകളൊക്കെ കാണുന്നുണ്ട്, പക്ഷെ പുള്ളിയുടെ കാഴ്ചപ്പാടിന് അമ്മ വയ്യാതെ കിടക്കുന്ന അമ്മയുടെ കട്ടില് ഇവര് കിടക്കുന്ന റൂമിൽ നിന്ന് നോക്കിയാൽ കാണണം. അങ്ങനത്തെ ഒരു വീട് അന്വേഷിച്ചിട്ടാണ് പുള്ളി ആ വീട് വായിക്കുന്നത്. അതായത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് എത്രമാത്രം അദ്ദേഹത്തിന്റെ ഭാര്യ ഇന്നും പ്രായചന്ദ്ര അമ്മയാണ്. ആ അമ്മയെ ഭാഗ്യം ചെയ്ത അമ്മയാണ്, അതുകൊണ്ടല്ലോ പറയാം. അത്രമാത്രം ആ അമ്മയെ ദൈവത്തിന്റെ ഒരുപാട് ഇത് കിട്ടുന്ന അത്രയും കർമ്മം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹമാണ് എന്റെ അടുത്ത് പറഞ്ഞത്, ഒരു കാരണവശാലും അദ്ദേഹം, അതുകൊണ്ടാണ് അദ്ദേഹം എന്റെ അടുത്ത് ഇത് എന്താണ് പറയാതിരുന്നത്. എന്താണ് ഞാൻ ഈ പറഞ്ഞിട്ട് മോഹൻദാസിന്
കാരണം ഇതെങ്ങനെ അപ്പൊ അതായിരിക്കും. പക്ഷെ അപ്പൊ അദ്ദേഹത്തിലുള്ള വിശ്വാസം എനിക്ക് വലിയ വിശ്വാസമായിരുന്നു. അങ്ങനെ ഞാൻ ഇത് വന്നെടുക്കുന്ന ഈ പ്രോഡക്റ്റ് വന്നു. അപ്പൊ വീണ്ടും പറയാൻ കം ടു ദ പോയിന്റ്, നമ്മുടെ പഞ്ചഭൂതോപാസനയില് ആകാശം ഇല്ലേ, ആകാശം പറഞ്ഞു, വായു പറഞ്ഞു, ജലം പറഞ്ഞു, അഗ്നി പറഞ്ഞു, ഭൂമി. ഇതും പണ്ട് എന്നിലുണ്ടായിരുന്ന ചോദ്യം, എന്താ ഈ ഭൂമി ഇപ്പൊ എന്താണ്? ഭൂമിയിൽ വെള്ളമുണ്ട്, വെള്ളത്തിനെ കുറിച്ച് പഞ്ചഭൂതാസനയിൽ പറഞ്ഞല്ലോ, വെള്ളമുണ്ട്. ഭൂമിയിൽ വെള്ളമുണ്ട്, വായുവിനെ കുറിച്ച് അതും പറഞ്ഞു, ആകാശം തന്നെ, വായു, സൂര്യരശ്മി. അപ്പൊ പിന്നെ ഈ ഭൂമി ഇങ്ങനെ മണ്ണ് മാറ്റില്ല മനുഷ്യൻ കുനിഷ്ഠ ചിന്തകളായിരുന്നു. ഇതാണ് മനുഷ്യൻ, ഇതാണ് ഭൂമി. ഭൂമി അതായത് കാന്തിക വലയം, ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക വലയം. നമ്മൾ വേറൊരു അർത്ഥം ചിന്തിക്കുക. ഞാൻ സത്യം പറഞ്ഞാല് ഞാൻ എന്റെ മനസ്സിൽ ഞാൻ ആ സാഗർ ജോഷി സാറിനെ നമിച്ചെടുത്ത് ഒഴുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് വെച്ചാല് വെള്ളത്തിനെ നമുക്ക് ഒരു പാത്രത്തിലാക്കിയിട്ട് ഇതേമാതിരി കൊണ്ടെടുക്കാം. വെള്ളത്തിനെ നമുക്ക് ഒരു പാത്രത്തിലാക്കിയിട്ട് കൊണ്ടെടുക്കാം. വായുവിനെ നമുക്ക് സിലിണ്ടർ ആക്കിയിട്ട് ഇതാക്കണം, അതിൽ കുത്തി നിറച്ച് ഒരു കംപ്രസ് ചെയ്തിട്ട് നമുക്ക് കൊണ്ടെടുക്കാം. ഈ ഭൂമി എന്നുള്ള ഈ സാധനം, ഈ കാന്തിക മാഗ്നറ്റിക് ഫീൽഡിനെ ഇതിനെ മറ്റൊരു രൂപത്തിലാക്കിയെടുത്ത് ഭൂമിക്കടിയിൽ നിന്ന് ഖനനം ചെയ്തെടുത്തത്, പാറ്റന്റ് എടുത്തത് കുറെ കാലം. ആ ഖനനം ചെയ്തെടുത്ത ഈ പ്രൊഡക്റ്റ് അത് ചെറിയ രൂപത്തിലാക്കി ഇതിനെടുത്ത് കൊണ്ടുവന്ന് നമ്മൾക്ക് ഇടയിലേക്ക്, നമ്മളെ വീട്ടിന്റെ ഉള്ളില്, നമ്മളെ റൂമില്, നമ്മളെ കുപ്പിയില്, നമ്മളെ കിടക്കയ്ക്ക് അകരെ കൊണ്ട് ആക്കുന്ന ഒരു ടെക്നോളജി. സത്യം വരെ ഞാൻ ആ മനുഷ്യനെ, സാഗർ ജോഷി എന്ന ആ എന്താ പറയാ, മഹാനുഭാവനെ നമ്മൾ നമിച്ചേ പറ്റൂ. അപ്പൊ എന്താണ്, അല്ലാതെ ഒരു മാഗ്നറ്റ് ഫീൽഡ് നമ്മളൊരു സൂട്ട് കേസ് കൊണ്ട് തുറന്നിട്ട് അങ്ങോട്ട് അടച്ചിട്ട് ഈ മാഗ്നറ്റ് ഫീൽഡ് ഇവിടെ തുറന്നിടാൻ പറ്റില്ല. ഇനിയിപ്പോ ചിലപ്പോ നാളെ ഞാൻ അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കും, ഇനി ഒരു കണ്ടുപിടുത്തത്തിനും കൂടി സാധ്യത. കാരണം എന്തെങ്കിലും സാധനത്തിൽ നിന്ന് റേസ് ഉണ്ടാക്കിയിട്ട് സൂര്യരശ്മിന്റെ സെയിം സാധനം കിട്ടുന്ന ഒരു സാധനമാണെന്ന് ഒരു ഭാവിയിൽ വന്നു കഴിഞ്ഞാൽ സൂര്യനും വേണ്ട ആൾക്ക്. അല്ല, ചിന്തിക്കണം. അപ്പൊ ഇത്രമാത്രം ഇതുള്ള ഒരു പ്രോഡക്റ്റ്, അത്ഭുതകരമായ ഒരു പ്രോഡക്റ്റ്. ഇതിനെ കുറിച്ചുള്ള പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ മലയാളികൾ, ഞാൻ മലയാളികൾ തന്നെ ആദ്യം പറയാണ്, കാരണം അറിവ് കൂടുതലാണ് നമുക്ക്. അറിവ് കൂടുമ്പോഴുള്ള ഗുണം എന്താണെന്ന് കഴിഞ്ഞാൽ മറ്റു നിഷേധം. അപ്പൊ നമ്മൾ ഈ പ്രൊഡക്റ്റ് ആയിട്ട് നാലാളത്ത് പറയാൻ ചെല്ലുമ്പോൾ നിഷേധം ആദ്യം നിങ്ങൾ പ്രതീക്ഷിക്കണം. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ടുണ്ടായത്, ഞാൻ റിലേറ്റീവ്സിനായത്, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ സ്പേസ്, നിങ്ങൾക്ക് ഓരോ മേഖലയിലും നിങ്ങളുടെ ഒരു സ്പേസ് ഉണ്ട്. ഞാൻ ഈ ദുരിതം ബുദ്ധിമുട്ടുന്നവരെയാണ് ഞാൻ ആദ്യം വിളിച്ചത്. അവർ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, നിങ്ങളിത് ഉപയോഗിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും, ഞാൻ ഗ്യാരണ്ടി ആണെന്ന് പറയാണ്. കാരണം അത്രമാത്രം ഞാനിതിനെ പഠിച്ചു. ഇത് ഗ്യാരണ്ടി ആണെന്ന് നമുക്കറിയാം. അപ്പൊ അല്ലാത്തവരോട് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാ മോഹനെ അങ്ങനെ പറയുകയാണെങ്കിൽ ഓക്കെ, എന്നാ അത് ശരി, എന്നാ ഞാൻ പറഞ്ഞു. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ അപ്പൊ രണ്ടെണ്ണത്തിന്റെ വില പറഞ്ഞു കൊടുക്കും. കാരണം ആദ്യം ഫാമിലി പാക്കറ്റ് എടുക്കാത്തതിന്റെ ബുദ്ധിമുട്ട് എനിക്കുണ്ട്. കാരണം 10 എടുത്തല്ലോ, അന്ന് ഞാൻ ഫാമിലി എന്റെ അടുത്ത് ഒരു പെണ്ണും കൂടി ഉണ്ടാവുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ പറയും, എപ്പോഴും പറയും, നിങ്ങൾ ഇങ്ങനെ ഉണ്ട്, അത് നിങ്ങൾ സൗകര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഫാമിലി പാക്കറ്റ് സൂപ്പർ പ്രീമിയം മാത്രമേ ഞാൻ കൊടുത്തുള്ളൂ. സത്യം പറയാം, ഞാൻ സൂപ്പർ പ്രീമിയം മാത്രമേ ഞാൻ ഈ പ്രൊഡക്റ്റിൽ കൊടുക്കാൻ തയ്യാറില്ല. ഞാൻ അതേ കൊടുക്കുള്ളൂ. അതിന് കിട്ടുന്ന വരുമാനം എനിക്ക്. എന്തുകൊണ്ട് വെച്ചാൽ കൊടുത്തവർക്ക് മുഴുവൻ അതിന്റെ റിസൾട്ട്. എന്റെ നൈബേഴ്സിന് കൊടുത്തു. ഞാനിത് പറയുമ്പോൾ ഞാൻ ഇതില് നൈബേഴ്സ് കൊടുത്ത് പറയുമ്പോൾ ഞാൻ ഇവിടെ ഡെമോക്ക് വന്നത്, അവിടെയാണ് ഞാൻ മനോജ് സാറിനൊക്കെ ഞാൻ സാഷ്ടാംഗം വീഴും. കാരണം എന്തുകൊണ്ട് വെച്ചാൽ ഇത്രയും ഇന്ത്യയിലെ ടോപ്പ് ലൈനിൽ ഉള്ള ഒരു ലീഡറാണ് മനോജ് സാറ്. എന്റെ വീട്ടിൽ വന്ന് ഡെമോ കാണിക്കാൻ മനോജ് സാറ്, സലീംക, അലിക്ക, അങ്ങനെ ടോപ്പ് ലൈനിലുള്ളവരൊക്കെ വന്നു. അതിൽ ഇത് ചെയ്തത് മനോജ് സാറും സലീംക കൂടിയാണ്. ഇവര് എക്സ്പെർട്ട് ആണ്. അവിടെ വന്ന് കൂടി നിന്ന അന്ന് ഞാൻ എനിക്ക് വന്നവരാണ് മുഴുവൻ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് 100% രണ്ടുപേരും അപ്പൊ തന്നെ എടുത്തു. കാരണം അവർ ആദ്യം ഒരു ഞാൻ ഈ പറഞ്ഞതിന്റെ വിഷയത്തിൽ അവരെടുക്കുക എന്ന് പറഞ്ഞിട്ടായിരുന്നു. അന്ന് തന്നെ അവർ രണ്ടുപേര് ഫാമിലി പാക്കറ്റ് എടുത്തു. അപ്പൊ ഇവരുടെയൊക്കെ ആ സാറൊക്കെ വന്ന് എനിക്ക് ഇവര് വരാന്ന് പറഞ്ഞപ്പോ തന്നെ അതും കൂടി പറയാം, എന്റെ വീട്ടിലേക്ക് 5 പേര് വരുന്നുണ്ട് എന്ന്. എന്താണ്, ഞാനാണെങ്കിൽ അയലോകത്ത് 2-3 വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. വേറെ 19 ആളെയൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു മീറ്റിംഗിന്റെ ഒരു എഫക്റ്റ് ഉണ്ടാവും. അതിനുള്ള സ്പേസ് മേലുണ്ട്. അപ്പൊ ഞാൻ വിളിച്ചു പറഞ്ഞു, എന്തിനെത്ര ആൾക്കാരൊക്കെ ഇസ്മായിൽ, എന്തിനെത്ര ആൾക്കാരൊക്കെ? ഇസ്മായിൽ അത് കുഴപ്പമില്ല മോഹൻദാസായെന്ന് പറഞ്ഞു. അങ്ങനെ മനോജ് സാറ്, അലിക്ക, നമ്മളെ അലി സാറ്, സലീം സാറ്, നമ്മള് ഇസ്മായിലിന്റെ സുഹൃത്ത്, പിന്നെ ഗീതാ മേഡത്തിന്റെ ഹസ്ബൻഡ്, ഇത്ര പേര് വന്നു എന്ന് വെച്ചാൽ അവര് വന്നത് ഓരോരുത്തർക്കും ഓരോ റോളായിരുന്നു. അത് കഴിഞ്ഞ് അന്ന് പ്രോഡക്റ്റ് വന്നെ എന്റെ അടുത്ത് ഉണ്ടായിരുന്നു ഫാമിലി പാക്കറ്റിൽ. അവിടെ തന്നെ ഇവരുടെ പ്രസൻസിൽ അവരെടുക്കാൻ തീരുമാനിച്ചു. ഈ പ്രോഡക്റ്റ് വെച്ചിട്ട് അവിടെ ഇവരുടെ പ്രസൻസ് തന്നെ കൊടുത്തായിട്ട് ഒരു ക്ലിക്ക് കൊടുത്തിട്ടാണ് അത് അടുത്ത ദിവസം അവർക്ക് ഓർഡർ ചെയ്യുന്നത്. അപ്പോ ഇതില് ടോപ്പ് ലൈൻ എന്നോ അല്ലെങ്കിൽ ടോപ്പ് ലീഡർ എന്നോ പറഞ്ഞ് മാറിക്കാതെ സ്നേഹത്തിന്റെ ഭാഷയിൽ, സഹകരണത്തിന്റെ ഭാഷയിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന മനോജ് സാറ്. ആ മനോജ് സാറ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഞാൻ തന്നെ പല കാര്യങ്ങൾക്കും അദ്ദേഹത്തെ, കാരണം ഇസ്മായിൽ കൂടുതലൊന്നും പറയുന്നില്ലായിരുന്നു. ഇനി പ്രൊഡക്റ്റ് അടിച്ചതല്ലേ പറയോ, ഞാനിത് എടുക്കാൻ തീരുമാനിച്ചു. തിരിച്ചു കഴിഞ്ഞു. അപ്പൊ ഞാൻ മനോജ് സാറിന്, സാറേ അത് എന്നെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന ഇസ്മായിൽ, എന്നാ ഇസ്മായിലിന്റെ കൂടെ ചേരാല്ലേ എന്ന് ചോദിച്ചാണ്. അത് നിങ്ങളുടെ ഇഷ്ടം എന്ന് പറഞ്ഞു.
അപ്പോഴും നോക്കണം, ഇസ്മായിൽ ഇത് മോഹൻദാസ് പ്രൊഡക്റ്റ് എടുത്തോന്നോ അല്ലെങ്കിൽ ഇതിൽ പ്രവർത്തിക്കാന്നോ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു, സത്യമായിട്ട് പറയാം. അങ്ങനെ ഞാൻ ഇദ്ദേഹത്തിന്റെ എടുക്കുന്നു, കാര്യം പ്രവർത്തിക്കുന്നു, ഇത് അറിഞ്ഞു സത്യമായി ഇതൊരു അത്ഭുതമാണ്. അത്ഭുതം എന്ന് വെച്ചാൽ എന്ത് വാക്കതിന് പറയേണ്ടതെന്ന് നമുക്കറിയില്ല. നമ്മൾ ആദ്യം ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കുക. അപ്പോൾ ഞാൻ പിന്നെ ഒരു കാര്യം പറയാം, ഞാനിപ്പോ ഒരു കളമശ്ശേരി സ്വദേശിയാണ്. ഞാൻ ഏതെങ്കിലും ഒരു സ്ഥലത്തെ ഒരു ആളുടെ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് വരുമ്പോൾ ഒരു കാരണവശാലും ഇവിടെ പ്രവർത്തിക്കുന്നവർ അത് ഞങ്ങളെ കുറിച്ചാണ് ചിന്തിക്കരുത്. കാരണം എന്താ പറയുക, ഞാൻ മലപ്പുറത്ത് കൊണ്ടു കൊടുത്തിട്ടുണ്ട്, ബാംഗ്ലൂർ കൊണ്ട് കൊടുത്തിട്ടുണ്ട്, ബോംബെയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരാൾക്ക് ഒരു കൊടുത്തിട്ട് റിസൾട്ട് എന്റെ പറ്റി വേറെ ആൾ വരുമ്പോൾ അവിടുത്തെ പറയുന്നത്. അതുകൊണ്ട് ആ ഇതോട് കൂടി ഞാൻ പറയാണ്, എനിക്ക് ഇതിൽ ചെയ്യരുതാത്തതുണ്ട്, അത് അറിവില്ലായ്മ കൊണ്ട് ചിലരൊക്കെ ചെയ്യുന്നതായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കാരണം ഞാൻ ഇന്ന് വരെ ജോലിയിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്ക് ജോലിക്ക് പോകും, എന്റെ വീട് ഈ രണ്ടെണ്ണത്തിലും ഇങ്ങനെ പോയി ഹൈവേ കൂടി കുതിക്കുക, മത്സരിച്ച് കുതിക്കുക, ആ ത്രില്ലാണ് എന്റെ. അങ്ങനെ ഒരു സിസ്റ്റം മാത്രമായിട്ട് ജീവിക്കുന്ന ആളെ, എന്റെ കുടുംബം, എന്റെ കാര്യങ്ങൾ, എന്റെ ആർക്കും ഉപദ്രവമില്ല, നന്മയില്ല, ശല്യമില്ല, അങ്ങനെ പോകുന്നതാണ്. അപ്പൊ ഞാൻ ഈ യാത്രയില് ഒരാൾ ഇങ്ങനെ പട്ടിയൊക്കെ കുത്തിപ്പിടിച്ച് ഇങ്ങനെ തളർന്ന് കാല് പോകുന്ന ഒരു രംഗം ഒരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അതിൽ ആ മറ്റേ ഒരാളുടെ ഈയാട് ശ്രീധരൻ എന്നാൾ നടക്കുന്ന വിഷയങ്ങളെ കണ്ടപ്പോ ഞാൻ വൈഫിന്റെ അടുത്ത് പറഞ്ഞു, അവിടെ അങ്ങനെ ഒരു മനുഷ്യനുണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു സത്കർമ്മമല്ലേ, അദ്ദേഹത്തിന് ഒന്ന് ചെന്ന് കണ്ട് സംസാരിക്കും. നിങ്ങൾ വെറുതെ കണ്ണകന്റെ വീട്ടിൽ ചെന്ന് കയറിലിട്ടെന്ന് പറഞ്ഞു. സത്യമായിട്ട് പറയാം, ഫാമിലി അങ്ങനെയുള്ളൂ. എങ്കിലും എനിക്ക് എന്തോ എൻ്റെ ഉള്ളിൽ അയാൾ ഒന്ന് ചെന്ന് കാണാം. ഞാൻ കടയൊക്കെ അന്വേഷിച്ച് പിടിച്ച വീട് അന്വേഷിച്ച് അയാൾ നടക്കുന്ന സ്ഥലം ഒരാളുണ്ടല്ലോ, നടക്കാറുണ്ടല്ലോ എന്ന് അന്വേഷിച്ച് അയാളുടെ ഗേറ്റിലെത്തി. അവിടെ ചെന്ന് ബെല്ലടിച്ചപ്പോ ഒരു പയ്യൻ വന്നു. അപ്പൊ നോക്കിയപ്പോ ഞാൻ എങ്ങനെയാണോ ചോദിക്കുമ്പോ തന്നെ നടത്തുന്ന ആളെ മറ്റേ വാക്കിംഗ് സ്റ്റിക്ക് അവിടെ വഴിക്ക് കണ്ടു. അപ്പൊ അതേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സ്റ്റേറ്റ് ഔട്ടിലേക്ക് കയറി. ഞാൻ ജസ്റ്റ് അപ്പൊ വാതിൽ തുറന്നപ്പോ ആ മനുഷ്യൻ വീഴാൻ പോകുന്നത് പോലെ ഒരു ഇതുമ്മിൽ പിടിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതെല്ലാം തേങ്ങയാണ്. അയാളെ രക്ഷപ്പെടുത്തിയിട്ട് തന്നെ കാര്യം എന്നുള്ള ഒരു മനസ്സ് പ്രതിജ്ഞയോട് കൂടിയാണ് ഞാൻ അതിനകത്തുനിന്ന് അകത്തേക്ക് ഇരുന്നോട്ട് ചോദിച്ചു. അതായിരുന്നു എന്റെ അടുത്ത് കുറെ വീഡിയോസ് ഉണ്ടായിരുന്നു, വീഡിയോ കാണിച്ചു. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ പയ്യൻ പറഞ്ഞു, വീണ്ടും പറയാണ്, ആരും ഇത് മറ്റൊരാളുടെ കുറ്റപ്പെടുത്തലായിട്ടൊക്കെ എടുക്കരുത്, നമ്മളിൽ പ്രവർത്തനത്തെ ചെയ്ത് കൊടുത്തവരെ ആരാണ് കൊടുത്തതെന്ന് കൂടി അവര് പറഞ്ഞില്ല. അപ്പോ ചെന്നു ഞാൻ ഇതിനെ കുറിച്ച് സംസാരിച്ചു. ആ പയ്യൻ പറഞ്ഞു, ആ അങ്കളെ ഇത് ആ മറ്റേ വെള്ളം കുടിക്കുന്നല്ലേ എന്ന് വെച്ചു. അതേന്ന് പറഞ്ഞു. ഒരു പില്ലപ്പയുടെ ഒരു കിടക്കണ സാധനമൊക്കെ ഇല്ലാണ്ട് തന്നു. അപ്പൊ ഞാൻ വെച്ചാൽ ഇതുണ്ടോന്ന്, റിസ്റ്റ് ബാൻഡ് ഉണ്ടെന്ന് വെച്ചു. ഇല്ല, അത് ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നാണ്. നെറ്റിക്ക് കിട്ടുന്ന സാധനം അത് കിട്ടിയിട്ടുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ അതിൽ മെയിൻ സാധനമാണ്. കാരണം ഇത് ഫുൾ ടൈം ആ കയ്യിൽ കിടക്കുമ്പോഴാണ് ആ വ്യക്തി മറ്റേതിനൊപ്പം തന്നെ ഇയാളുടെ കയ്യിൽ ഏത് വസ്താണെന്ന് നമുക്കറിയാലോ, നമ്മൾ ഓരോരുത്തരും തലചുറ്റി വീഴുമ്പോഴും കൊടുത്തത്. അപ്പൊ ഇങ്ങനെയൊന്നും ഇല്ലാതെ അവർക്ക് ഈ പ്രൊഡക്റ്റ് ആര് തന്നു മോനെന്ന് ചോദിച്ചപ്പോ അത് അവരൊരു ബന്ധു കൊണ്ടു കൊടുത്താണെന്ന് പറഞ്ഞു. ആ ബന്ധു ആരാണെന്ന് നമുക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തിന് ഈ സൂപ്പർ പ്രീമിയം കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഈ അവസ്ഥയിൽ നിന്ന് മാറുന്ന എനിക്കറിയാം. പക്ഷെ ഞാൻ എങ്ങനെ പിന്നീട് അയാളടുത്ത് പറയും, ഇത് ഈ തീക്കൊള്ളി കൊണ്ട് ചൊല്ലിട്ട് തീക്കൊള്ളി കൊണ്ട് കയറുകൊണ്ട് നായ മിന്നാമനും ഇങ്ങനെ കണ്ടാ പേടിക്കുന്നു പറയും, ഞങ്ങളുടെ നാട്ടിൽ ചൊല്ലാണ്. അപ്പൊ പിന്നെ നമ്മൾ വീട്ടിൽ പറയാൻ പറ്റുമോ? ഞാൻ മെല്ലെ നന്നാവത്തൊക്കെ പറഞ്ഞ് ശരി, ഞാൻ നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് വെച്ചിട്ട് വന്നതാണ്. ഇത് പർച്ചേസ് ചെയ്യാനോ എടുക്കാനോ വേണ്ടി വന്നല്ല. ഇങ്ങനെ നാട്ടിൽ പല സംഭവങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ ഇത്ര കാലം കൊച്ചി ഷിപ്പ്യാർഡിൽ ജോലി ചെയ്തിട്ട് റിട്ടയർ ആയിട്ട് ഇത്ര കാലം സ്ഥലത്ത് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയുന്നത്. അപ്പൊ ഇത് അറിയാത്തവർ ഒരുപാടുണ്ട്. ജസ്റ്റ് ഇതിന്റെ ഒരു ഇൻഫർമേഷൻ തന്നാലേക്ക് വന്നതാണ് എന്നിട്ട് പറഞ്ഞു പോന്നു, അങ്ങനെ പോകുന്നു. അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തന മേഖലകളിലാണ് ഞാൻ നിൽക്കുന്ന സമയത്ത് ഇതിനെ ഒരുപാട് ആൾക്കാരെ വഴിയിൽ കാണാനും അവരോട് സംസാരിക്കാനുള്ള അവസരം കിട്ടുന്നു. ഇതിന്റെ ഭാഗമായിട്ട് അവർക്ക് കിട്ടുന്ന സമയം അതിക്രമിക്കുന്നുണ്ടോ നോക്കണേ, സോറി. അപ്പോ ഈ പ്രൊഡക്റ്റിൽ എത്തിപ്പെടാനും ഇത് ഉപയോഗിക്കാനും അവസരം കിട്ടിയതിലും ഇതിന്റെ എന്താണ് സാഗർ, ഇത് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു പുസ്തകക്കാരോട് ഞാനൊരു കാര്യം പറയാം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അപ്രൂവൽ ഉള്ളതാണെന്നുള്ളതും ആയുഷ് ഇന്ത്യയുടെ അവാർഡ് ഉള്ളതാണെങ്കിലും അപ്രൂവൽ ഉള്ളതാണെന്നും കോവിഡ് യോദ്ധ അവാർഡ് ഉള്ളതാണെന്നും മഹാരാഷ്ട്ര ഗവൺമെന്റിന്റെ ഏറ്റവും നല്ല ഉൽപ്പന്നത്തിനുള്ള അവാർഡ് കിട്ടിയാണെന്നും ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിന്റെ ഒപ്പം പറയാൻ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഇതിന്റെ സയൻസ് പഠിച്ചിരിക്കണം. ഇത് ഈ ബയോമാഗ്നറ്റിക് തെറാപ്പി എന്താണ് കഴിക്കണം, നമ്മളെ ശരീരത്തിന് ഇത് എന്ത് ചെയ്യുന്നു നിങ്ങൾ പറയാൻ പഠിക്കണം. പഠിച്ചിട്ട് നിങ്ങൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങാമെന്ന് നോക്കിയാണ്. എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി പറയാണ്. കാരണം ഇതിന് അടുത്തത് മനോജ് സാറിനുള്ള അവസരമാണ്. സമയം അതിക്രമിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നു, ക്ഷമിക്കണം. വീണ്ടും അവസരം കിട്ടുമ്പോൾ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. എനിക്ക് ഈ അവസരം തന്ന മനോജ് സാറിനും ഇതിന്റെ ഇതോടെ എം സി ആയിട്ടുള്ള എന്റെ സുഹൃത്ത് അദ്ദേഹത്തിന് മറ്റേ സലീമിനും പിന്നെ എന്റെ അലിക്ക എന്റെ ടോപ്പ് ലൈനിൽപ്പെട്ടാണ് സലീം കബീർക്ക് എല്ലാവർക്കും എന്റെ ഗീത മേഡം ഇവരൊക്കെ എല്ലാം എന്നെ സംയോജിതമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തുടർന്നും പ്രവർത്തിക്കാം എന്ന ആത്മവിശ്വാസമുണ്ട്. എല്ലാവർക്കും, എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്മകൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മോഹൻദാസ് സാർ. വളരെ നല്ല രീതിയിൽ പ്രകൃതിയും ഈ ബയോട്ടോറിയം സംയോജിപ്പിച്ചുകൊണ്ട്
എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നല്ലൊരു ക്ലാസ് ആയിരുന്നു ഇത്. വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട് എല്ലാവർക്കും. വളരെ സന്തോഷം. വീണ്ടും ഇതുപോലുള്ള നല്ല ക്ലാസ്സുകൾ പറഞ്ഞ് ജനങ്ങൾ എല്ലാവർക്കും നല്ല അറിവ് കൊടുക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട്